മൈക്ക് വെച്ചിട്ട് പാട്ടൊന്നും പാടാനൊന്നുമില്ലല്ലോ. മൈക്ക് വെച്ച് പാട്ടൊന്നും പാടണ്ടോ? അപ്പൊ തന്നെ പാട്ട് പാടിയാ പിന്നെ പിന്നെ വേടനാവും. റിസ്കാ പാട്ടൊക്കെ പാടുന്ന റിസ്കാ കേട്ടോ. പാട്ട് പാടുന്ന റിസ്ക്. കഞ്ചാടിക്കുന്നവർക്ക് ഇത്ര റിസ്ക് ഇല്ല. പാട്ടൊക്കെ പാടിയ ലോകത്ത് പലയിടത്തും മനുഷ്യര് കഞ്ചാവ് അടിക്കുന്നുണ്ട്. ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ പാട്ട് പാടിയ പ്രശ്നം. പിന്നെ മൈരൊന്നും പറയരുത്. ചേട്ടാ അത് വേണമെങ്കിൽ പാട്ടിൽ പറഞ്ഞു, അതൊരു കുഴപ്പമുണ്ടല്ലോ. സിനിമയിലും പറയാം, എവിടെയും പറയാം. പക്ഷെ പറയുമ്പോ ഒരു കാര്യമുണ്ട്. ആ പറയുന്ന ഭാഗത്തെങ്ങ് മോഹൻലാലിനൊന്നും പറയരുത്. മോഹൻലാൽ ഇഷ്ടപ്പെടത്തില്ല. മോഹൻലാലിന്റെ വിചാരം എല്ലാവരും അയാളെ അങ്ങനെ വിളിക്കും. മോഹൻലാലിന്റെ ഒരു കാര്യം വേടം പറഞ്ഞതിൽ മറ്റു സാധനമുണ്ട്. ഞാൻ പാണനല്ല പറയുന്നല്ല പുലയനല്ല നീ തമ്പുരാനുമല്ലെന്ന്. ഉന്നത കുലജാതരായിട്ടുള്ള മെയിൻ ആൾക്കാർക്ക് മുഴുവൻ പണിയാ. ഒരുത്തനൊക്കെ മറ്റേ മരിച്ചിട്ട് നമ്പൂരിയാവാൻ നടക്കുന്നവനാ. അയ്യോ, അവനൊക്കെ ഇത് കേട്ടാ പിന്നെ സഹിക്കുവോ? അവനെ ആനയുടെ പുലിനകം കിട്ടുന്ന നടപ്പുണ്ടല്ലോ. പറയും എന്തെന്നൊക്കെയാണ് ആ ഇട്ടോണ്ട് നടക്കുന്നത്. തലയിൽ പൂ, അല്ല ഈ ചെടിയൊക്കെ തലയിൽ വെച്ച് നടക്കുന്നത്. ചെടിയും പൂവും കായും പൂത്തു. സുരേഷ് ഗോപി അങ്ങ് പൂത്തൊല്ലഞ്ഞ് വെട്ടി വിൽക്കാൻ കൊള്ളത്തില്ല. വെട്ടി വല്ല വെള്ളത്തിൽ ഒഴുക്കി വിടും. അതേ നടക്കത്തുള്ളൂ. വെള്ളം കടലിൽ പോയി ചേർട്ടെ. ആര് മേടിക്കാനാ വെട്ടി? ആർക്ക് വേണം? പക്ഷെ അതല്ല, ഈ സുരേഷ് ഗോപി പിന്നെ സംഖ്യകളെങ്കിലും എടുക്കും. ഇല്ലടോ, സംഖ്യകൾ പോലും എടുക്കാത്ത ഒരാളുടെ കൂടെ. സംഖ്യകളൊക്കെ തഴഞ്ഞ്. സംഖ്യകൾ എടുക്കാത്ത ഒറ്റ ആളേ ഉള്ളൂ കേരളത്തിൽ. ശരിയാ, ഭയങ്കര കഷ്ടം. ഏത് തരം പെടലകൾ വന്നാലും സംഖ്യകൾ എടുക്കും. അതെ അതെ, ആവാ കയറുക, ആയിക്കോട്ടെ ഇരിക്കും, നമസ്തേ വരൂ ഇരിക്കും എന്ന് പറയും. പക്ഷെ ഈ അളിയനെ ഒഴിവാക്കിയവർ പൊക്കോളാൻ പറഞ്ഞു. മോഹൻലാൽ വേണ്ട, ലാലേട്ടന് ആവശ്യമില്ലെന്ന് പറഞ്ഞു. നമ്മുടെ വിഷയം അതല്ല. പക്ഷെ നമ്മുടെ വിഷയം കഞ്ചാവ് അടിക്കുന്നതാണ് പ്രശ്നം, പാട്ട് പാടുന്നതാണ് പ്രശ്നം. പാട്ട് പാടുന്നവൻ എന്തിനാണ് കഞ്ചാവ് അടിക്കുന്നത്? പാട്ട് പാടിയാ പോരെ? അതെ, കഞ്ചാവ് വലിക്കുന്നവർ എന്തിനാ പാട്ട് പാടുന്നത്? കഞ്ചാവ് വലിച്ചാ പോരെ? അതെ, രണ്ടും കൂടെ ശരിയാകത്തില്ല. ഒരുമിച്ച് ചെയ്താ വേണ്ട, അത് ശരിയാകത്തില്ല. പക്ഷെ ബോബ് മാർലി എന്ത് കാലത്ത് അവിടെ ജീവിച്ചിരുന്നപ്പോ? അമേരിക്കയിലോ? അമേരിക്കനിലോ? ഇംഗ്ലീഷാ പറയുന്നത്. ഇംഗ്ലീഷിലോ പറയുന്നത്? വേറെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ആ ശരിയാ, വേറെ മലയാളം പറയാൻ നിൽക്കുന്നത്. കേരളത്തിലൊക്കെ നാലും പാട്ട് പാടുപാടാതെ എന്ത് അതൊക്കെ ഒരു പാട്ടാണോ? പാട്ടെന്ന് അതാണല്ലോ പാട്ട്. ഇതെന്ത് പാട്ട്? ഇതൊക്കെ എന്ത് പാട്ടാണ്? വേറെ ഡെബ്സി, അവനും കഞ്ചാവാ. അവൻ MDMA, അവൻ മറ്റേതാ, അവൻ പോയി. അവൻ കൊള്ളൂല. അവന്റെ പെർഫോമൻസ് കാണാൻ പോയ ആൾക്കാര് മലബാറെന്ന് പറഞ്ഞു. അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല അവന്റെ പെർഫോമൻസ്. അതൊന്നും വരുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. പാട്ട് പാടാൻ ലിക്കാന്നൊക്കെ പറഞ്ഞു. വിരുദ്ധാഹാരം ഇഷ്ടമാന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല. അതൊക്കെ വേറെ. അതെന്ന് വെച്ചാൽ നമ്മളെ നശിപ്പിക്കുന്നില്ലല്ലോ. വേറൊരാളല്ലേ ബുദ്ധിമുട്ടുന്നുള്ളൂ. വേറൊരാൾക്കുള്ള ഇതാണല്ലോ. അതാണ് പീഡിപ്പിക്കുക, ബലാത്സംഗം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. വേറെ ആളല്ലേ റീഹാബില് പോകുന്നത്? റീഹാബിലിറ്റേഷനിൽ പോകുന്ന വേറെ ആളാണല്ലോ. അത് ഏതോ പെങ്കൊച്ചൊക്കെ നമ്മുടെ വിഷയമുണ്ടല്ലോ. അതേസമയം ഇവരങ്ങനെയാണോ? ഇപ്പൊ വല്ല കഞ്ചാവ് വല്ലതും അടിച്ച് ഞാൻ റീഹാബിൽ പോകണ്ടേ? അപ്പൊ നമ്മള് കൺസേൺ നോക്കിക്കോണം. റീഹാബിൽ പോകുന്നവരെ നമ്മൾ പിടിക്കുക. അതുകൊണ്ടാണ് ആ പെണ്ണിനെയൊക്കെ വീണ്ടും പീഡിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുത്തത്. ആ പെണ്ണാണ് പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ. അല്ല, ഇനിയും കാറ് പുറത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഇനിയും മറ്റു പെണ്ണുങ്ങൾക്ക് ഇതേ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാധനങ്ങളൊന്നും അങ്ങനെ എടുക്കാത്ത ആ സാധനം തിരിച്ചെടുത്തിരിക്കുന്നു. പറഞ്ഞു വരും. അയ്യേ, വലിയ പുള്ളികളാ. സൂപ്പർ ആകട്ടോ. എന്താണേ ഉളുപ്പുണ്ടോടാ? നീ ആരാണേലും നിനക്ക് ഉളുപ്പില്ലടാ. നിനക്ക് നാണോ ഇല്ല, മാനോ ഇല്ല. നീ വെറും ഉണ്ടല്ലോ, വെറും വേസ്റ്റ്. അതേ വെറും വേസ്റ്റ്. നിനക്കൊന്നും ഒരു വിലയില്ല. കൈ കുറച്ച് കാശ് കിട്ടുമായിരിക്കും അല്ലേ? കുറച്ച് നക്കാപ്പിച്ച മേടിച്ചിട്ടായിരിക്കും പണിയെടുക്കുന്നത്. നക്കാപ്പിച്ചക്ക് ജോലി എടുക്കുന്നവന്മാര് അത്രേ ഉള്ളൂ. നീയൊക്കെ അതിനുള്ളതേ ഉള്ളൂ. ഇത് ഇപ്പൊ വേടനെ പോലീസ് തപ്പുന്നു. എന്തിന്? ഇയാള് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് പോലീസ് വരുന്നത്. കുറച്ച് ഐഡിയകളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ തപ്പി ഇയാളെ കിട്ടുന്നു. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇയാളുടെ കയ്യിൽ വളരെ കുറച്ച്
കഞ്ചാവുള്ളത് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഇയാളെ അങ്ങ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനും മാത്രം ഒന്നും ഇല്ല. ഇയാളത് ഉപയോഗിക്കുന്ന ആളാ. ഉപയോഗിക്കുന്ന ആളെന്ന് പറയുമ്പോൾ അയാൾ അത് ഉപയോഗിക്കുന്ന ആളാന്ന് തന്നെ അർത്ഥം. ചിലപ്പോൾ ഇന്ന് മിനിഞ്ഞാന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതൊന്നും ആയിരിക്കും, കുറെ വർഷങ്ങളായിട്ട് അയാൾ ഉപയോഗിക്കണ്ടോ എന്ന് പറഞ്ഞാൽ അയാൾ ആ ഡ്രഗ് അബ്യൂസിന് വിധേയനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പറയാം. ഡ്രഗ് ആയിട്ട് പോലും കൺസിഡർ, അതായത് ഇപ്പൊ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ഒന്നും അല്ല കഞ്ചാവ്. ലോകത്തൊരിടത്തും ഇല്ല. ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള മലയാളിക്കാണ് മലയാളിക്ക് ഭയങ്കര അത് ഭയങ്കര ടാബു ആക്കി വെച്ചേക്കുന്ന ഒരു സാധനമാണല്ലോ ഈ മലയാളത്തിലെ സിനിമയിലാണെങ്കിലും ഒക്കെ. ഈ സിനിമയാണല്ലോ പ്രധാനമായിട്ട് ഈ മനുഷ്യരുടെ ഒരു ബോധം സെറ്റ് ചെയ്യുന്നത്. പോലീസുകാരുടെ ബോധം സിനിമയാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ മോഹൻലാലിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. മോഹൻലാലിന് ഇഷ്ടമായിരിക്കും. ബാലയ്ക്ക് വേണ്ടിട്ടൊക്കെ നടന്മാർക്ക് വേണ്ടിയൊക്കെ ഭയങ്കര വിജയത്വമായിട്ട് അവിടെ അങ്ങനെയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പരിപാടിയാണ്. പെണ്ണെ പിടിപ്പിച്ചോ സാറേ, അങ്ങനെ സാർ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്ത് പണിയാ കാണിച്ചത്? എത്ര പ്രാവശ്യം പീഡിപ്പിച്ചു? ഒരു പ്രാവശ്യം പീഡിപ്പിക്കുമ്പല്ലേ പീഡനം? കുറെ പ്രാവശ്യം പീഡിപ്പിച്ച പീഡനമാവോ? ഇല്ലല്ലോ. അങ്ങനെ പീഡിപ്പിക്കുകയാണെങ്കിൽ ചവിട്ടും മാന്തോന്ന് ഇതൊക്കെ ആവും. ഇവര് ചെയ്ത പരിപാടി എന്താണെന്ന് അറിയുള്ളൂ. ഇവര് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവനെ പിടിക്കാൻ ചെന്നിട്ട് അവിടെ ചെന്നപ്പോ ഈ സാധനത്തിന്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പിന്നെ തപ്പുവാണ്. വേറെ ഇൻഫർമേഷൻസ് ഒക്കെ ചുമ്മാ കൊടുക്കുന്നത്. എനിക്കെതിരെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും. അല്ലാതെ ഇവിടെ ഒന്നും ആള് വരുന്നതിന് ഇവിടെ ആള് വന്നിട്ട് എന്ത് കിട്ടാൻ ഇവിടെ വെറുതെ ഇവിടെ വന്നാൽ ഇവിടെ പിടിച്ചിരുത്താം. വേണം ഇരുന്ന് സംസാരിച്ചിട്ട് ഓൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തിക്കാം. അതെ, അങ്ങനെ അടിച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യണ്ടേ? അതെ, ആ ചെക്ക് ചെയ്യുന്നതും എല്ലാവരും കാണാലോ. അപ്പൊ എല്ലാവർക്കും ശരിയാ കേട്ടോ. ഞാൻ ചെയ്യാറുന്നു. നമ്മള് ചെക്ക് ചെയ്ത് ഇവിടെ അവര് വന്നു പോയപ്പോ ഞങ്ങളിവിടെ ചെക്ക് ചെയ്തു. ഇല്ല ഇവന്മാരെങ്ങാനും വെച്ചിട്ട് പോയിട്ടുണ്ടോ? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നാമത് സിനിമാടന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ഇവരൊക്കെ. എല്ലാം കൊണ്ട് വെച്ചിട്ട് നമ്മളെ പൊക്കി എടുത്തോണ്ട് പോയാൽ എന്ത് ചെയ്യുന്നത് എല്ലാരും ഇതാ പറയുന്നത്. അപ്പൊ എന്നിട്ട് എന്തൊരു നാണക്കേടാ നോക്കിയിട്ട് പോലീസുകാരാ വന്നത്. അവരെ പറ്റി നാട്ടുകാർ പേടിക്കുക. കള്ളന്മാര് കയറി ഇത്ര പേടിക്കും. എടുത്തോണ്ട് പോകുന്നേ ഭയപ്പെട്ടിരിക്കുക. എടോ കള്ളം കയറിയ കുഴപ്പമില്ല, എന്തിനും പോയെന്നോ പോകത്തേ പ്രശ്നമില്ല. ഇവന്മാര് കയറിയപ്പോഴാ പ്രശ്നം. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് പോവോ, നമ്മൾ കള്ളനാവോ എന്നാ പേടി. കാരണം പോലീസാ വന്നേക്കുന്നത്. അത് ഇങ്ങനത്തെ പോലീസാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? കാരണം നമ്മളെ കള്ളനാക്കിയ പോലീസ് ഇവിടെ ഉണ്ട്. കാരണം തോക്ക് കേസിനകത്ത് തോക്കില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പരിശോധന നടത്തിയിട്ട് പുറത്തിറങ്ങി മീഡിയയോട് പറഞ്ഞ പോലീസുകാരനുണ്ട്. അപ്പൊ ആരായി കള്ളൻ? ഞാൻ അല്ല മാക്ക് പാവ പിടിച്ച് ഞങ്ങൾ രണ്ടൊരു കള്ളന്മാര്. പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, വീഡിയോയോട് പറഞ്ഞു അവിടെ തോക്കൊന്നും ഇല്ല. ഓ സൂപ്പർ. പക്ഷെ എന്ത് ചെയ്യാനാ, തോക്ക് മാത്രമല്ല എന്ന് അവിടെ 6 എൽസത്ത് മുറി പൂട്ടി ഇട്ടേക്കുവാന്ന് പാല. അതാ ഓമ്പലായി പോയത്. ഇതൊരു നാണം കെട്ട ജീവിതമാ പോലീസ്. ആ പോലീസുകാരനെ വീഡിയോ വല്ലതും ഉണ്ടോ കാണിക്കാൻ? നോക്ക് പോയി ചെക്ക് ചെയ്യും. ഇതുപോലെ എന്തൊരു ജീവിതമാണ് ഇത്, എന്തൊരു തൊഴിലെടുപ്പായത്. തൊഴിലെടുപ്പുകാരാ, തൊഴിലുറപ്പുകാരൻ വന്നേക്കുന്നു. നാണക്കേട്. ഇവനൊക്കെ ആരാന്ന് പോലും ആ ന്യൂസ് എടുത്തൊന്ന് കാണണം. ശരിക്കും അയാളത് കണ്ടേക്കാന്നല്ലേ ശരിക്കും എന്തിന്? അല്ല എനിക്കറിയത്തില്ല. അയാളുടെ മാത്രമൊന്നും കാര്യമൊന്നുമല്ലോ ഇത് ഒരാളുടെ കാര്യമൊന്നും അല്ല. അയാള് വന്നെന്ന് പറയണ്ടേ? എടോ ഇത് വന്നതെന്ന് പറയണ്ടേ? എനിക്കൊരു കാര്യം, ഞാനൊരു കാര്യം പറയട്ടെ. ടീം ലീഡറാ പറഞ്ഞത്. ഒരു 4 പേര് ജീപ്പേ പോകുന്നു. ആ ടീം ലീഡറാ എന്ന് പറയുന്നത്, അല്ലാതെ കോൺസ്റ്റബിൾ അല്ല. അവൻ എവിടത്തെ അറിയായിരിക്കും. 4 പേരെയും കൊണ്ട് പോയേക്കോ സർക്കാർ വാഹനത്തിൽ ഈ ഊളത്തരം പറയാൻ. അവിടെ ഒന്നും ഇല്ലെന്ന് കേക്ക്. ഞങ്ങൾ നോക്കി ഇവിടെ. ആ തീരുമാനം എടുക്കുന്നത് അയാളായിരിക്കില്ല. അയാൾ അങ്ങനെ തീരുമാനം എടുക്കുന്ന അയാൾ തന്നെയാണ്. അയാളുടെ തീരുമാനമൊന്നും ആയിരിക്കില്ല അത്. അതിന്റെ മുകളിൽ നിന്നുള്ള പരിപാടി ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ നടക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരു അത്ര സിമ്പിൾ ഒന്നും അല്ലല്ലോ. അതും ശരിയല്ലേ, സിമ്പിൾ അല്ലത്. അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. ഇയാൾക്കൊന്നും അതിനകത്ത് റോൾ ഉണ്ടാവില്ല. ഇയാളുടെ അടുത്ത് ഇങ്ങനെ ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെ മെയിൻ ആൾക്കാരാണ് ഇവരുടെയൊക്കെ കൂട്ടുകാര്. എവിടെ വെച്ചാ കൂട്ടായെന്നൊക്കെ നമുക്ക് അറിയാലോ. വേറെ ചില കള്ളന്മാരെ പിടിച്ചപ്പോ അവിടെ ചില അവസ്ഥകളിൽ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? അത് അതിലും പാവങ്ങൾ. ഇതൊരു അവസ്ഥയാ, കഷ്ടം. എന്തൊരു കേരള പോലീസ് ശരിക്കും ഈ കേസിലൊക്കെ ഒരു അവസ്ഥയിലാണ്. ഇനി ബ്രിട്ടീഷുകാർ വന്ന് മരിക്കുക രക്ഷയുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ളവരെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല. കാണാനല്ല, പറയാനല്ല, പുള്ളേനല്ല, നീ തമ്പുരാനുമല്ല. അങ്ങനെ ഉണ്ട്. അതിനൊക്കെ ഒരു പുലിനക ഇരിക്കട്ടത്. നിനക്ക് ഇരിക്കട്ടെ ഒരു പുലിപ്പവൻ. അല്ല, ഇത്രയും നാൾ ഇവന്റെ കഴുത്തല്ല ഇവൻ ചാട്ടുമില്ലാതെ കിടന്ന് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. തുണി മോഹൻലാൽ അത് പറഞ്ഞപ്പോഴേ മറ്റേ പവന്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റേ കടവുളെ പോലെ ലൂസിഫറിലെ ആ പാട്ട് പോലെ പ്രശ്നമുണ്ട്. കാരണം കടവുളെ പോലെ അതറിയാമോ എനിക്ക്? എന്താന്ന് പറഞ്ഞു ഞാനല്ലേ എന്ന് പറഞ്ഞത്. വേണ്ടേ?
ഒരു ഇതുപോലെ ഒരു 5 പവൻ ഒരു 5 പവൻ വെക്കണം. കാപ്പവൻ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഏറ്റവും കുറഞ്ഞ 1 പവനെങ്കിലും വേണ്ടേ? കണ്ട പോലെ ഒരു മനഃപൂർവ്വം പൃഥ്വിരാജ് ആരാണ്ട് എഴുതി കൊടുത്ത ഇത് പണിയാ. മോഹൻലാലിനെ ഇങ്ങനെ നടത്തിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സ്റ്റെയർ കേസ് കാപ്പവല്ലേ സ്റ്റെയർ കേസ് ചാടി തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഇളമാനെ അങ്ങനെ പോയി ചാടി ഇങ്ങനെ പോകുന്ന ഒരാള്. അപ്പൊ മറ്റേ പാട്ട് കാപ്പവൻ നിന്ന് ഇവന് കാപ്പവനെ അതേസമയം പൃഥ്വിരാജ് തന്നെ കാണാൻ 100 പവൻ അമ്മ അത് പറഞ്ഞ 500 പവനാക്കിയേനെ. ശരിയാ. ഭാര്യയും കൂടെ വരുമ്പോൾ ഭാര്യ വന്നിട്ട് നീയൊക്കെ അതിനായിട്ടില്ലാന്ന് കൂടി അത് തന്നെ നീ ഒന്നും അതിനായിട്ടില്ല. തിരിച്ചെടുത്തു എല്ലാ പ്രശ്നം അങ്ങനൊന്നും കാണിക്കാൻ പാടില്ല. നമുക്ക് ലിബർട്ടി എന്ന് പറയുന്ന സാധനമേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കാണിക്കരുത്. ലിബർട്ടി ഈസ് ബെറ്റർ ദാൻ ക്യൂർഡ്. ലിബർട്ടി ഉള്ളൂ. എന്തോ ഫ്രീഡം എന്ന് പറഞ്ഞേ? റെഗുലേറ്റഡ് ഫ്രീഡം അത്രയൊക്കെ ഉള്ളൂ. റെഗുലേറ്റഡ് ഫ്രീഡം ഉപയോഗിച്ച ആൾക്കാരൊക്കെ കണ്ടു. ഏതോ ആരാണ്ട് പറഞ്ഞു റെഗുലേറ്റഡ് ഫ്രീഡം ആരാണ്ട് വക്കീലിനോട് ഇതിനെ കുറിച്ച് പോയി മുറിക്കാത്ത അടച്ചിട്ട് പിടിച്ചു സീൻ കാണിക്കാൻ നടക്കുന്നവരൊക്കെ. ഇവനെ ഒന്ന് കൂട്ടിയാൽ എനിക്കിപ്പോ ചെറിയൊരു മൈലേജ് കിട്ടും സാറേ. അപ്പൊ എനിക്ക് ഇതിനകത്ത് എനിക്ക് ഒന്ന് അപ്പൊ ലോയർ ചിലപ്പോ മറ്റേ പുള്ളിയൊക്കെ മറ്റേ എടുത്ത വലിയ ഗുണോണ്ടർമാരുണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. പറഞ്ഞോ സിദ്ദീഖ്, നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു ജനാധിപത്യത്തിനകത്ത് റെഗുലേറ്റഡ് ഫ്രീഡം ആണ്. റെഗുലേറ്റഡ് എഴുതിയെടുത്തോണ്ട് റെഗുലേറ്റഡ്. അതിന്റെ സ്പെല്ലിംഗും തെറ്റായിരിക്കും. അപ്പൊ എഴുതി വെച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇവിടെ ഒന്ന് പറഞ്ഞായിരിക്കും എല്ലാവർക്കും ഇത് പഠിച്ചു വന്നേക്കണ ഈ വീട്. അയ്യോ അത് പറയാൻ വേണ്ടി ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന ആണല്ലോ മറ്റവരുടെ പരിപാടി. അപ്പൊ എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന അയാളുടെ വിചാരം. ഏത് ഇലക്ട്രീഷ്യൻ ഉണ്ടാകുന്നു അല്ല വേറെ അങ്ങനെ വലിയ ലാംഗ്വേജ് ലിറ്ററേച്ചർ ഒന്നും ഉള്ള ആളൊന്നും അല്ല. അതുകൊണ്ടാണ് അതാ കണക്ഷൻ കൂടെ കണക്ഷൻ കണക്ഷൻ അതൊക്കെയാ പരിപാടി. ന്യൂട്രലും ഒക്കെ വലിയ സംഭവം ഒന്നും ആവണ്ട. നീയൊക്കെ ഇത്ര ഉള്ളടാ, നീ പോ. നിന്നെ പോലീസല്ലേ പിടിക്കാത്തേ ഉള്ളൂ, പട്ടി വിലയുള്ളൂ ഇപ്പൊ. അത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞോ? ഇനി നിന്നെയൊക്കെ പോകുന്ന സിനിമ കാണുന്ന പടം വരെ പൊട്ടുന്നു. അത് കുറച്ചുകൂടെ ഓടേണ്ട പടങ്ങളായിരിക്കും. നിന്നെയൊക്കെ കാണുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒരു മടുപ്പുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പടം വേണ്ട നിനക്ക് എന്തിനാ എല്ലാ പടത്തിലും അങ്ങ് കേറി അങ്ങ് നിൽക്കുക. നിനക്ക് തുടരണ്ടാടാ കള്ളപടുവാ. അവന് വിരുദ്ധാഹാരം ഇഷ്ടമാണ് പോലും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവൻ ചിലപ്പോ വിരുദ്ധാഹാരം കഴിച്ചിട്ട് തലകുത്തി തൂറുമായിരിക്കും. നമ്മളെന്ത് വേണം? നീ എന്ത് വേണേലും ചെയ്തോ. നാണം കെട്ടവൻ. അവൻ വന്നേക്ക ലിബറേറ്റഡ് ഫ്രീഡമേ ഉള്ളു. നീ പോടാ. അവൻ വന്നേക്കുന്ന അതിനിടയില് വേടനത്ര പോരാ. ഇവന്റെ അത്ര വരുവോ വേടനൊക്കെ? വേടൻ ഇത്രയൊന്നും വരത്തില്ല. വേടനൊന്നും ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ, പോലീസിന്റെ കൺസേൺ മൊത്തം റീഹാബിൽ പോകേണ്ട ആൾക്കാരെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായി ആ പെണ്ണിന്. ആദ്യം അവർക്ക് എന്തെങ്കിലും നാണോണ്ട് താനിത് ആലോചിച്ചു. ഇതിന്റെ ഒരു ആക്ച്വൽ സീൻ എന്താന്ന് മനസ്സിലായോ? അതായത് ഇതുപോലൊരു പെൺകുട്ടി പബ്ലിക്കായിട്ട് വന്ന് എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ അവളൊരു ഇതില്ലാത്തവളായിരുന്നു. അത് തന്നെ കുടുംബത്തിൽ പറഞ്ഞവളാണ് പറയുന്നത്. കുടുംബത്തിൽ പറഞ്ഞ ഒരാളും നടക്കുന്നുണ്ട്. പീഡിപ്പിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണം. അത് തന്നെ. പീഡിക്കപ്പെട്ട നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണെന്താ ചെയ്യാ? അവൾ ആത്മഹത്യ അല്ലെങ്കിൽ അയാളെ തന്നെ കല്യാണം കഴിച്ചു. ഈ കിളവനെയൊക്കെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാലും ഭേദം. അവൻ ഇതില്ലല്ലോ, അവൻ മറ്റേതല്ലേ. ഓ ഇവന് മറ്റേ അണ്ണന്മാർ എനിക്ക് ഇലക്ഷൻ ഉണ്ടാ, പക്ഷെ ഒന്നും നടന്നില്ല. എനിക്കൊന്നും നടക്കില്ല. വികാരം ഉണ്ടോ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പറയുമായിരിക്കും അവന്മാര് മടുത്ത് കാണും, രാത്രി ഉറക്കം കാണും. എന്റെ അളിയാ നിർത്താതെ ഓണമായിരിക്കും ഉറപ്പാകട്ടോ. അവിടുത്തെ സബ്ജയില് എന്റെ അമ്മേ അടിപൊളിയായിട്ടുണ്ടാവും.
ജയിലർമാരൊക്കെ മാരിക്കണ്ടാവും ആൾക്കാർ. ഇയാള് ശോകാവോ? ആ സാധ്യത കുറവാ. ശോകം ഇല്ല അണ്ണന്. അണ്ണനുള്ള ഫോണില്ലാതിരിക്കുമ്പോ പുള്ളി ബോറടിക്കാവോ? ഇല്ല, പുള്ളിക്ക് അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ പോരെ. ഇവിടെയൊക്കെ വരുമ്പോ അയാൾ എങ്ങനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. ചേട്ടാൻ അങ്ങനെയാണോ, ചേട്ടാൻ നല്ല മനുഷ്യനാണ്, അതൊക്കെ പറഞ്ഞാണോ അകത്ത് അങ്ങനെയൊക്കെ പറയും. ഒരുപാട് ഹെൽപ്പ് ചെയ്തു, എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ ജയിലിൽ പോയിട്ട് വിളിച്ചപ്പോ എന്റെ ഫോൺ എടുത്തില്ല. അമ്മയെ മാറ്റാൻ പറഞ്ഞ ബന്ധുക്കളെ വിളിച്ച് പറയാൻ പറഞ്ഞു. അല്ല പിന്നെ ഞാനെങ്ങനെ പിന്നെ അമ്മയെ മാറ്റുന്നത്? അതുകൊള്ള ഞാൻ അവിടെ ചെന്നിട്ട് അമ്മയെ വരൂ, എങ്ങോട്ട് പോയാൽ അങ്ങോട്ട് മാറി. അതെ, ഇവന്റെ കസിന്റെ വീട് എവിടെ വന്നോ, കസിനെ അറിയില്ല. ഇയാളായിട്ട് ബന്ധപ്പെട്ട ആരെ നമുക്ക് നേരിട്ട് പരിചയമില്ല. അങ്ങോട്ട് ഞാൻ പോകത്തില്ല, അതിന്റെ ആവശ്യമില്ല. മാത്രമല്ല ഇയാളെ ജാമ്യത്തിൽ നോക്കാൻ പോയ ശരിക്കും ഇത് ഉണ്ടല്ലോ, ഇതിനകത്ത് ഇടപെടാതിരിക്കുകയാണ് ശരിക്കും അയാളോട് ചെയ്യേണ്ട മര്യാദ. അതാണ്, അതിനകത്ത് ഇടപെടാൻ പാടില്ല. ആരും അങ്ങോട്ട് രാജ്യം ഇതിനകത്ത് ഞാൻ അങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കേരള സ്റ്റേറ്റ് അല്ല ഞാൻ പറയുന്നത്, ഇന്ത്യ ഇത് അർഹിക്കുന്നു. അത് തന്നെ മനസ്സിലാവുണ്ടോ? ഇന്ത്യ ഇത് അർഹിക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡ്, ഭാരതീയ നിയമ സംഹിത, ഇവരൊക്കെ ഇത് അർഹിക്കുന്നു. നിങ്ങളെടുത്തായാലേ കറക്റ്റ് ആളാ കേട്ടോ. ഭാരതീയ നിയമ സംഹിതയ്ക്കും IPCക്കും പറ്റിയ ആളാ. ഇതിലും വലിയൊരു കാൻഡിഡേറ്റ് ഇനിയില്ല. ഞാൻ പറഞ്ഞ പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരാറാട്ടെണ്ണം രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞ അയാളെ പുറത്തു വിടരുന്നു, അയാളെ തന്നെ തൂക്കിക്കൊല്ലാൻ പറ്റും, അതിനുള്ള സംവിധാനം ഉണ്ടാകും. അത് തന്നെ, അത് ശരിയാണ്. അല്ലാതെ അയാൾ കുറ്റങ്ങളൊക്കെ പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ ഇനി ഇയാൾ വീണ്ടും ഇതുപോലെ ചെയ്യണമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്ത് വിചാരിച്ചു എന്ത് വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്? ഇങ്ങനത്തെ ഒരു കുറ്റം, ഇതുപോലൊരു ക്രൈം ചെയ്ത ഒരാളെ പുറത്തു വിടുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ഫേസ്ബുക്കിൽ ജീവിക്കുന്ന ഒരു സ്ത്രീകൾക്കും ഒക്കെ ആയിരിക്കില്ല. പക്ഷെ വേറെ പ്രശ്നം, സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഇവന് ഈ മാതിരി ഐറ്റം പറയില്ലേ? താനൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറെ കാണാൻ പോയപ്പോ ഞാൻ അവരോട് പറഞ്ഞു ചില വീഡിയോ എവിഡൻസ് ഫേസ്ബുക്കിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ എവിഡൻസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ അതെങ്ങനെ പിന്നെ എങ്ങനെ ആറാട്ടെണ്ണ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അറിയത്തില്ലായിരിക്കും. പോലീസ് മറ്റേ നിയമം മാറിയത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പബ്ലിക് പ്രോസിക്യൂട്ടർ. ഈ നിയമം മാറിയല്ലോ ഇപ്പൊ, ഭാരതീയ നിയമ സംഹിത. അതാണല്ലോ ഇപ്പോ IPCയിൽ ആ സാധനം ഇല്ലായിരുന്നു. ഇത് അവിടെ പറഞ്ഞാൽ അതായിരിക്കും, അവരത് ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. മേ ബി അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആറാട്ടെണ്ണെതിരെ കേസ് എടുക്കാൻ പറ്റില്ല, തനിക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ്. തനിക്കെതിരെ എങ്ങനെയാണ് കേസ് എടുക്കാൻ പറ്റുക? അതന്നെ നമ്മൾ പറയുമ്പോ മാത്രം എടുക്കാത്തവര്. അതാ പറഞ്ഞത്. ഇത് കൊള്ളാലോ, ഇതെന്നാ പരിപാടിയാ? നമ്മള് ഇങ്ങനെ സാധനം പറഞ്ഞാൽ ആരും അതില്ല. നമ്മൾക്ക് നേരെ വന്ന് വിഷയമാണല്ലോ. വർത്താനം പറഞ്ഞു, ഞാനത് ഓർത്തില്ല അവിടെ വെച്ച്. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പോലീസുകാരൻ ഇറങ്ങി ഇതൊക്കെ പറഞ്ഞാൽ, പോലീസൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അവർ കേട്ടോണ്ടിരിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും പോലീസുകാരെ പറ്റി അനാവശ്യം പറയുന്നോ. അങ്ങനെയാണെങ്കിൽ അയാളുടെ മോളെ താൻ കേട്ടോ. അതെ, എന്തൊരവസ്ഥയാണ് ഇതൊക്കെ. പോലീസാണ് അത്രേ, പോലീസുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതാണോ എന്തോ എനിക്കറിയത്തില്ല. പോലീസ് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണമൊക്കെ കണ്ടെത്തി തന്നെ ഒന്നുകൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും, ചിലപ്പോൾ എന്നെ കിട്ടുമോ നോക്കും, എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും. ഈ മെയിൻ സ്ട്രീമിൽ ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള പലരുടെയും ഡീറ്റെയിൽ എടുത്ത് വെച്ചിട്ട് ഇവരിങ്ങനെ നടന്ന അറസ്റ്റ് പരിപാടി പിടിക്കുന്നുണ്ടെന്നാ കേട്ടോ. പിന്നെ എന്നെ ഇപ്പൊ ഓൾറെഡി 2 പ്രാവശ്യം ആയില്ലേടൂ. ഇവർക്ക് മതിയായില്ലെന്ന് തോന്നുന്നു, വേറെന്തോ കണ്ടെത്താനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കണ്ടെത്തേണ്ട വരും. അതേ രക്ഷയുള്ളൂ, അതേ നടക്കുള്ളൂ. ഇവിടെ നടക്കത്തുള്ളൂ, അല്ലാതെ ഇവിടുന്നൊന്നും നല്ല കിട്ടുന്നൊന്നും വിചാരിച്ച് വെറുതെ ഇവിടെ കയറി ഇറങ്ങിയ സമയങ്ങളായിട്ടാണ്. ഇവിടെ വളരെ ഹൈലി സെക്യൂർഡ് ഏരിയ. അതെ, ഇവിടെ അങ്ങനെയുള്ള വരില്ല. ഇവിടെ ഒരുത്തനെ പോലും കേറ്റാറില്ല. ഇപ്പൊ ഞാൻ പോലും ഇവിടെ ഇല്ല. ഈ അലമ്പുകാരൻ, ഈ നാറികളെ കൂടി ഇതുവഴി എല്ലാം നടപ്പാടാ ഇവിടെയൊക്കെ. എപ്പോഴും എപ്പോ വന്നാലും സ്ക്വാഡുകാരാണ് അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു. ഈ ബിൽഡിംഗ് പോലും ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ബിൽഡിംഗ്. ഈ എറണാകുളം സിറ്റി ലിമിറ്റ്സിൽ എല്ലാ പോലീസുകാർക്കും അറിയാം ഇവിടുത്തെ ഈ ബിൽഡിംഗ് അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ വന്ന് താമസിക്കുമ്പോ ഈ മേടിച്ചിനകത്ത് വെക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇവിടെ ആവുമ്പോ പിടിക്കത്തില്ല. എവിടുന്ന് വരുന്നവരൊക്കെയാണ് ഇതൊക്കെ. ഇവരൊക്കെ എന്ത് വിചാരിച്ചു നമ്മൾ അത്രയ്ക്ക് പൊട്ടനാന്നൊക്കെ വിചാരിച്ചോളൂ. അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. പൊട്ടന്മാര് മറ്റേ പൊട്ടത്തരം ഇങ്ങനെ ഇരുന്ന് പറയുന്നു, വെറുതെ ഇങ്ങനെ അങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ പൊട്ടത്തരമാണ്. കംപ്ലീറ്റ് പൊട്ടത്തരം പറയുന്നവന്മാര്. മനസ്സിലായില്ലേ? എന്തൊരു ബുദ്ധിയില്ലായ്മ അത്. ഈ ഫ്ലാറ്റിലൊക്കെ ഇതിനകത്ത് താമസിച്ച് എപ്പോഴും ഇതിനകത്ത് പോലീസ് കയറി ഇറങ്ങിയത്. ഇവര്
ഇവർ ഈ അന്വേഷിച്ച് വരുമ്പോ ഇവർക്ക് ഇതെന്താണ്, ഇത് എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്, ഇത് ആരെടുത്തോട്ടെ, എന്താണ് ആരും വിളിച്ച് പറഞ്ഞു കാണുന്നുണ്ട് അവനാന്നൊക്കെ. അവന് പരിചയം ഉണ്ടാവുമെന്ന് ആരെങ്കിലും ഒക്കെ. എനിക്ക് എല്ലാവരും അറിയാം, എനിക്ക് മുഖ്യമന്ത്രി വരെ അറിയാം. മുഖ്യമന്ത്രിയെ അറിയില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അല്ലേ, അവർക്ക് എന്നെ അറിയാന്നേ. എന്നെ അറിയുന്നതോ അവരെ അറിയുന്നതുമായിട്ട് എന്താ ബന്ധം ഇതിനകത്ത്? മുഖ്യമന്ത്രിക്ക് തന്നെ അറിയായിരിക്കുമല്ലോ. എന്നെ അറിയായിരിക്കുമോ? അറിയണം. മോഹൻലാലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ കാണുമല്ലോ വാർത്ത. അത് മാത്രമൊന്നുമല്ല, അല്ലാതെ പല സാധനങ്ങൾ ഈ CPM പണ്ട് ഭയങ്കരമായിട്ട് തന്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ കണ്ടു താൻ ഭയങ്കര ആക്റ്റീവ് മെമ്പർ ആയിരുന്ന സമയത്ത് ഭയങ്കര ചെതറിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു സമയം. ആ ടൈമിൽ ഈ സാധനം മറ്റേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ കറങ്ങുമായിരുന്നു. അപ്പൊ അവരുടെ ഗ്രൂപ്പിൽ കിട്ടിയിട്ടൊക്കെ ഉണ്ടാവും, കണ്ടിട്ടൊക്കെ ഉണ്ടാവും, ഇത് ഈ സാധനം നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? അത് കണ്ടു കാണും. അങ്ങനെ എല്ലാവരും എനിക്കും അറിയാം, ചിലർക്കൊക്കെ എന്നെ അറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ ആരാ അവൻ ആരാന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടാവും മിക്ക ആൾക്കാരെയും. അത് ഇവിടുത്തെ ഏത് വമ്പനാണേലും ഏത് ചെറിയവനാണേലും ഏത് തരത്തിൽപ്പെട്ടവനാണേലും ചിലപ്പോൾ ഞാൻ കണ്ടു കാണും. പ്രത്യേകിച്ച് ഞാൻ ഈ എറണാകുളത്ത് താമസിക്കുമ്പോൾ എറണാകുളത്ത് ഒരുപാട് പേര് പരിചയപ്പെടുമല്ലോ ഡെയിലി. ഒരുപാട് പേരുടെ നമ്പർ ഞാൻ മേടിച്ചു. 10,000 പേരുടെ നമ്പറായി ഇപ്പോൾ. എന്തല്ലേ ഇന്ന് നമ്മൾ എത്ര പേരെ പരിചയപ്പെട്ടു? ഇന്നലെ ഒരാൾ ഇരുന്ന് കണ്ടില്ലേ, 4 മണിക്കൂർ ഇരുന്ന് വർത്താനം. ആരോ ഒരാൾ, ഏതോ ഒരു മനുഷ്യൻ, പുതിയൊരാൾ രാവിലെ എപ്പോഴോ കിട്ടിയിട്ട് ഉച്ചക്ക് കിട്ടിയിട്ട് ഇന്ന് 2 പെൺപിള്ളേര് അല്ലേ, 2 ഗേൾസ് ഭയങ്കര സംസാരമാണ്. കുറെ നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ട് പോയി. അങ്ങനെ കാണുന്നവരൊക്കെ മിണ്ടാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. ഞാൻ ഗേൾസ് വല്ല MD മേടിക്കുന്നതാണോ എനിക്കറിയാം. അവർ MD മേടിക്കുന്നതാണോ പോലും അറിയത്തില്ല. അറിയോ? അതിസുന്ദരികളായ 2 പെൺകുട്ടി. അയ്യോ എന്തോ ലുക്കാന്ന്. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര രസമുള്ള 2 പെൺപിള്ളേർ. അവരെ കണ്ടപ്പോൾ എനിക്ക് ബലാത്സംഗം ചെയ്ത് കൊല്ലാനാ തോന്നിയത്. പിന്നെ പോട്ടെ, ലുലുമോൾ ആയതുകൊണ്ട് കൊന്നില്ല. എല്ലാം പീസാക്കിയപ്പോൾ അവിടെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയാനെ. അല്ല പിന്നെ എന്നിട്ട് ഫ്ലഷ് അടിച്ച് കളയും. അതാകുമ്പോൾ രക്തം ഇതുവഴിയും പോവും, മാംസം അതുവഴിയും പോവും. എങ്ങനെ ഇരിക്കണേ? കുറച്ചെടുത്ത് പൊരിച്ചു തിന്നണം. അതെ തന്നെ, അങ്ങനെയൊക്കെ ചെയ്യണേ ഇവന്മാരെയൊക്കെ. ചെറിയ തിരിച്ചെടുത്ത് മാർക്കോ സിനിമയെ പോലെ ഒരു കഥ പറയുക. മാർക്കോ സിനിമയുടെ കഥ അതുപോലെ വേറെ കഥ ഉണ്ടാക്കിയത് ഒന്നും തോന്നല്ലേ. ശരിയാണല്ലോ, അതും പറഞ്ഞ ഇങ്ങട് കയറും. അയ്യോ വെറുതെ ആയിപ്പോയി. ഓരോരുത്തന്മാര് പേരും കോണാന്ന് പറഞ്ഞാൽ വേറെ എന്തിനേലും കൊള്ളാവോ അതും ഇല്ല. വേറെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരുണ്ടോ? ഒന്നിനും കൊള്ളാത്ത ആൾക്കാരുണ്ടോ? വേറെ ഒന്നും ചെയ്യാൻ അറിയില്ലടോ. ഒന്നിനും കൊള്ളാത്ത ആൾക്കാരോ? എനിക്കതാ മനസ്സിലാവും. ഒന്നിനും കൊള്ളത്തില്ല ഇവർക്ക്. ഒരു കാര്യം എന്തിനു ഇവരെ കൊള്ളാവുന്നേ? ശരിക്കും ഇതേപോലുള്ളവരുടെ വീട്ടിൽ കയറി ചെന്ന് അലമുണ്ടാക്കലാണ് ഇവരുടെ പണി. ഇപ്പോ ഒരാള് നമ്മൾ സാമാന്യമില്ലേ വേണമല്ലോ. ഇത് എല്ലായിടത്തും വീട്ടിൽ കയറിയാണ്. എടാ ഇത് വീട്ടിൽ കയറി അല്ല കണ്ടുപിടിക്കുന്നത്, ആ റോഡിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാന്ന് നോക്കാദ്യം. അല്ലാതെ ഇത് ഓരോരുത്തർ വീട്ടിൽ കയറിയാണ് തൊലിക്കുന്നത്. വിവരവും ബുദ്ധിയും ഇല്ലാത്ത പൊട്ടനൊക്കെ വന്നിട്ട് ഇത് നടക്കുക ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ്. ഇത് ഇവിടെ വരെ വന്ന എങ്ങനെയാ? അപ്പൊ അങ്ങനെയാണല്ലോ. ഈ പൊട്ടൻ എവിടെ വന്നപ്പോ? പൊട്ടൻ നോക്കേണ്ട സ്ഥലം അതാ. പൊട്ടൻ പബ്ലിക് റോഡിൽ നോക്കിയാൽ അല്ല, വല്ലവന്റെ വീട്ടിൽ കയറി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പൊട്ടൻ അല്ല, എന്തൊരു പൊട്ടനവൻ? താനെന്ന് ആലോചിക്കണോ? വീട്ടിൽ കയറി നിരങ്ങലാണോ പൊട്ടന്റെ പണി? എന്തൊരു പൊട്ടനവൻ? എനിക്കറിയത്തില്ല എന്ത് പൊട്ടനാ. ഇതെങ്ങനെ ഇവിടെ വരുന്നത്? പറന്നു കൊണ്ടുവന്നോ? അവനെന്താ അവിടെ വെച്ച് പിടിക്കാത്തെ? അവൻ റോഡിൽ തൊലിച്ചോണ്ട് നിൽക്കുമല്ലോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഹെൽമെറ്റ് ഉണ്ടോ, സീറ്റ് ബെൽറ്റ് ഉണ്ടോ? പിരിവെടുക്കാൻ മാത്രമേ നിങ്ങൾക്ക് റോഡിൽ നിൽക്കാറുള്ളൂ. എനിക്കറിയാൻ മേത്തോണ്ട് ചോദിക്കുക. എന്താ ബോർഡറിലൊന്നും ആരും ഇല്ലേ? ഇവിടെ കൃഷി നടക്കുന്നുണ്ടോ? കഞ്ചാവ് കൃഷി കേരളത്തില്. അങ്ങനെ കൃഷിസ്ഥലം പോയി നശിപ്പിക്കുക. അല്ലെങ്കിൽ ഇത് റോഡിൽ കൂടെ വരുന്നത് റോഡിലിട്ട് തന്തട വകയാണ് എന്റെ വീട്. അല്ല എനിക്കറിയാൻ, ഞാനിവിടെ ടാക്സ് ചെയ്തിട്ടൊക്കെ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് എന്റെ പ്രൈവസി ഉണ്ട്. അല്ല നിന്റെ തന്തയുടെ നിന്റെ വീട്ടിലോട്ട് വന്ന് ഇങ്ങനെ കയറി നിനക്ക് ഇഷ്ടപ്പെടുമോ തോന്നുന്ന സമയത്ത്? അതുകൊള്ളാം. പാതിരാത്രിക്കൊക്കെ കണ്ടവന്റെ വീട്ടിൽ കയറി നിരങ്ങല ആ പൊട്ടന്റെ പണി. എന്തൊരു പൊട്ടനാണോ നീ? ഒരു ദിനം പൊട്ടനാവരുത്. ഞാൻ ചുമ്മാ അറിയാമല്ല, വെറും പൊട്ടനാവരുത്. അത്രേ പറയാനുള്ളൂ. ഇങ്ങനെ പൊട്ടന്മാരുണ്ടോ ലോകത്ത്? കണ്ടവന്റെ ഒക്കെ വീട്ടിൽ കയറിയിട്ടാ കഞ്ചാവ് പിടിക്കുന്നത്. അതെന്നെ പൊട്ടത്തിനാണോ? എന്നിട്ട് അവിടെ പോയി ചെറുത്താനോടെ വീട്ടിലിരിക്കുന്നു. ചെറുത്താന്റെ കഞ്ചാവ് മാത്രമല്ല, ബോംബ്. ഓരോ പൊട്ടന്മാര്. എന്തൊരു പൊട്ടനാന്ന് പറഞ്ഞു ചോദിക്കണേ. ഇവൻ എന്തൊരു പൊട്ടനാ? എനിക്കതറിയാൻ. ഇവനപ്പ എവിടെ വന്ന് ഇത്രയും ദിവസം? അല്ല ഞാൻ ഒരു കാര്യം ചെയ്തേ, ഇത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനെന്തിനാ അത് പൊക്കുന്നേ? അവന്റെ തന്തയുടെ മൂക്കിനകത്തുനിന്ന് എടുത്തോണ്ട് വന്ന സാധനം മൈരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നേ. വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കരുത്. നാണക്കേടാർക്കാ?
നിന്റെ തന്തയുടെ അടുത്ത് വായിക്കാത്തൊന്നും എടുത്തോണ്ട് വന്നേക്കുന്നത് ആരാണേലും അല്ലേ? അതെ, അതും കുറച്ചൊന്നും അല്ല, അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു അംശമായിരിക്കും അഥവാ അവരത്തിന്റെ വീട്ടിൽ നീട്ടി. വേടന്റെ വീട്ടിൽ നീട്ടിയതാ ഒരു ഇച്ചിരി 5 ഗ്രാം. അവൻ എന്നിട്ട് വീട്ടിൽ കയറി നടക്കും, എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് നടക്കും. ഇത് വലിയ പിടുത്തം പിടിച്ചത്. ഇത് എങ്ങനെ ഇവന് വീട്ടിൽ വന്നു? പബ്ലിക് റോഡിൽ കൂടെ അല്ലാതെ പ്രൈവറ്റ് റോഡ് വേറെ ഉണ്ടോ? അതോ ഹെലികോപ്റ്ററെ കൊണ്ട് നടക്കുമോ വേടന്റെ വായിക്കകത്തോട്ട്? എടാ എന്തുവാണോ ഇത്? പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ല ഇതെങ്ങനെ പെട്ടെന്ന് ഉണ്ടാവും? ഇവർക്ക് ആ സെൻസ് ഇല്ല, ഇവർക്ക് ബുദ്ധിയില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും പോലീസും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്ന അങ്ങനെയാ. ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് അതിന്റെ പരിഹാരം. ഇവിടെ വന്ന ആൾക്കാരെ കണ്ടറിയാം, അവർക്ക് മനസ്സിലായിട്ടില്ല. സംഭവം ശരിയാ. ഒരു മിനിറ്റ്, ഒരു കാര്യം ശരിയാ. അതായത് പാപ്പായ്ക്ക് പൈസ കൊടുത്തിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. അങ്ങനെ ഉണ്ട് അല്ലേ? അതെ, ഒരു കാര്യമുണ്ട്. അതായത് ചില കാര്യങ്ങള് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് അതിന്റെ പരിഹാരമൊക്കെ കണ്ടെത്തുക. മനുഷ്യരങ്ങനെയാണ്. പക്ഷെ അതൊരു കാരണമാക്കി ഇവിടെ എന്ത് നടന്നാലും അത് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ബാക്കി നോക്കാന്ന് പറയുന്ന ഒരു സംവിധാനത്തിലോട്ടാണ് നമ്മുടെ സംവിധാനം വർക്ക് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നടക്കണം. ആദ്യം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവണം. ഇല്ല അതല്ല, മനസ്സിലാവണ്ടോ? ഇവിടെ എല്ലാം സംഭവിക്കണം. അതല്ല സംഭവിച്ചത് അപ്പോഴും ഇവിടെ അല്ലല്ലോ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ ഇവിടെ അത് വന്നത്. ഇവിടെ ജോലി പോകുമായിരിക്കും. പിന്നെ കുമ്പറ ആളാണെങ്കിൽ ഇപ്പൊ പോയി അപ്പുറത്ത് പോയി അവിടെ ചെന്ന് പിടിക്കാൻ പോണോ? താനൊന്ന് പൊയ്ക്കൊന്നും. പിന്നെ ആനക്കൊമ്പ് കേസ് ഇവിടെ തീർപ്പായിട്ടുണ്ട്. ആ ആനക്കൊമ്പ് തിരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറ്റേ മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഈ സാധനം തിരിച്ചൊക്കെ കൊടുത്തത്. മനസ്സിലാവണ്ടോ? ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലാവണ്ടോ? ലാലേട്ടനൊക്കെ ആ സാധനം തിരിച്ചു കൊടുത്തല്ലോ. ലാലേട്ടൻ അത് വെക്കാം, കൈവശം വെക്കാനുള്ള അവകാശം കൂടി കൊടുത്തു. എങ്ങനെ ഇരിക്കട്ടെ, ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ചൊറിയുമായിരിക്കും ആനക്കൊമ്പ് വെച്ചിട്ട്. ഇതേക്ക് എനിക്കറിയാൻ പറ്റുന്ന കാര്യം അതല്ല. അതെന്ത് മണ്ടത്തര കാണിച്ച്? അത് ഒരു ഭയങ്കര മണ്ടത്തരം തന്നെ. അത് മണ്ടത്തരാന്ന് പറഞ്ഞത്, പക്ഷെ മണ്ടത്തരാന്നും കൂടി മനസ്സിലാവേണ്ടത്. താൻ എന്തീ പറയണത്? ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഓർത്താണോ താൻ പറയുന്നത്? അല്ല ശരിക്കും അത് ഇതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ്, മനസ്സിലായി? പ്രൈവസി ഒക്കെ മാനിക്കണം നമ്മളല്ലേ? വ്യക്തി ആരാണേലും വ്യക്തി വേണമല്ലോ. ആ വ്യക്തി ഉണ്ടല്ലോ. നമ്മളെന്താ അഥവാ അങ്ങനെ ഉണ്ട് എന്നെ വഴിയിലിട്ട് പിടിക്കണം. ഈ കൊണ്ടുവരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമോ എന്തെങ്കിലും ചെയ്താൽ പിടിക്കണം. ഇനി ആരെങ്കിലും എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇത് വേറെ കാര്യമുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ആരെങ്കിലും വെച്ചാൽ ഇപ്പൊ എനിക്ക് എന്ത് സെക്യൂരിറ്റി ഉള്ളത്? ഇവന്റെ വായിക്കകത്തൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ആരെങ്കിലും വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? താനെന്ന് ആലോചിച്ചു നോക്കും. ഏതെങ്കിലും ഒരുത്തൻ ഇതുവഴി കൊണ്ടെന്തെങ്കിലും എറിഞ്ഞിട്ടിട്ട് പോയി, എന്റെ പറമ്പിൽ കൊണ്ടിട്ടിട്ട് പോയി. അപ്പൊ എന്നെയാണോ ഈ പറയാൻ വന്ന് പിടിക്കാൻ പോകുന്നത്? അതെ, അങ്ങനെയല്ല. അവന്റെ മൂക്കിനകത്ത് ഇറങ്ങി വന്നിട്ട് പഴയ ഒരു നമ്പൂരിയുടെ കഥ കേട്ടോ? ഈ നമ്പൂരിയുടെ പറമ്പിൽ നിന്ന് ഇത് കിട്ടി. ഏതാന്ന് പറയുമ്പോ ഈ വാറ്റാനുള്ള പണ്ട് അങ്ങനെയാണോ? അപ്പൊ എക്സൈസുകാർ പൊക്കി കഴിഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങളുടെ പറമ്പിൽ നിന്ന് ഇത് വാറ്റാനുള്ള യന്ത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഈ മറ്റേ എന്താക്ട് ഈ എന്താ പറയുക, അബ്കാരി പ്രകാരം നിങ്ങളെ അറസ്റ്റ് ചെയ്യാണ്, അതിന് പേരിൽ കേസ് എടുക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്പൂരി പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്നെ ഒരു ബലാത്സംഗ കുറ്റത്തിനും കൂടി കേസെടുത്തോളൂ. അതെന്താ? അതിനുള്ള യന്ത്രവും നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവർ പരിപാടി അവതരിപ്പിക്കുന്ന അങ്ങനെയാ. ഇവർ ഈ വക സാധനങ്ങൾ എടുക്കുന്ന അങ്ങനെയാ. മനസ്സിലാവുണ്ടോ? അത് ശരിയല്ലത്. അതെങ്ങനെ ശരിയാവുന്നേ? കാരണം ഈ റോഡ് നീളെ പോലീസുണ്ട്, ബോർഡറിൽ പോലീസുണ്ട്, സകലയിടത്തും പോലീസുണ്ട്. ഒരു ഹെൽമെറ്റ് വെക്കാതെ പുറത്തോട്ടിറങ്ങിയാൽ പെറ്റി അടിക്കാൻ പോലീസുണ്ട്. സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ ക്യാമറ ഉണ്ട്. ഈ കേരളം മൊത്തം ക്യാമറ വിജിലൻസ് ഭയങ്കരമായ സംഭവങ്ങൾ, ഭയങ്കരമാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വന്ന് തപ്പുക. നാണമുണ്ടോ? ഒരാളെങ്കിലും വീട്ടിൽ കയറേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ തന്നെ പറ. എനിക്കറിയത്തില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞാ ഇതെന്തോ നടക്കുന്നതെന്ന് ഇവിടെ. കണ്ടവരുടെയൊക്കെ വീട്ടിൽ കയറേണ്ട ആവശ്യമുണ്ടോ പോലീസിന് ഇത് പിടിക്കാൻ? ഇത് പറന്നു വരുന്നതാണോ? അതോ വേടന്റെ വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾ കഞ്ചാവിന്റെ ചെടിയാണോ കണ്ടുപിടിച്ചത്? വേടൻ എനിക്കറിയത്തില്ല. ഇപ്പൊ നീ കഞ്ചാവ് ചെടി പിടിച്ചാണോ? കഞ്ചാവ് എങ്ങനെ? ഇയാൾ വേടനാണല്ലോ. മുകളിൽ കൂടെ പോണ കഞ്ചാവായിരിക്കും. അപ്പൊ അയാൾ തീറ്റിട്ട് കൊടുത്തുണ്ടോ? ടെറസിന്റെ മുകളിൽ നിന്ന് കഞ്ചാവ് പറന്നു വന്നപ്പോ, അതുമല്ല കഞ്ചാവ് പറന്നു വന്നപ്പോ തോർത്ത് വീശി പിടിക്കുക. അങ്ങനെയായിരിക്കും, തോർത്തിട്ടിട്ട് ഇങ്ങനെ പിടിക്കുക. അല്ലെങ്കിൽ പുഴയെന്ന് പണ്ട് മറ്റേ ഈ തോട്ടിന്നൊക്കെ പിടിക്കൂല, അതുപോലെ ആയിരിക്കും വല വീശിയതാണ്. അങ്ങനെയായിരിക്കും. ഉണ്ടാവും എന്തായാലും കയ്യിൽ. എന്റെ പൊന്നു പൊട്ടന്മാരെ, ഇങ്ങനത്തെ പൊട്ടത്തരം പറയാതെ ആരോടും ചെന്ന്. ഇതൊരു പൊട്ടത്തരവാ. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമല്ല. എന്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ? അതെ, ഞാനത് ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കുഴപ്പം. ഇവിടെ പ്രൊഡക്ഷൻ ഇല്ലാത്ത, കേരളത്തിൽ പ്രൊഡക്ഷൻ ഇല്ലാത്ത ഒരു സാധനം എങ്ങനെ ഇവിടെ ഒരാളുടെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം അത് കിട്ടുന്നവന്റെ അല്ല.
അത് ഈ സ്റ്റേറ്റിന്റെ ആണ്. സംവിധാനം അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറയുന്നത് ഞാൻ മൊത്തത്തിൽ ഈ സംവിധാനത്തിൽ മൊത്തത്തിൽ പിടിക്കാൻ പറ്റത്തില്ല. കാരണം അതിന് ഫീൽഡിൽ നിൽക്കുന്നത് പോലീസും എക്സൈസും തന്നെയാണ്. അവരുടെ കൺമുന്നിൽ കൂടെ അല്ലാതെ ഇത് വരാൻ പാടില്ല. അവർ അത്ര സർവൈലൻസ് ഉണ്ടെന്ന് ഇവിടെ. താൻ എന്താ വിചാരിച്ചു? ഈ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ദിവസം മുഴുവൻ തപ്പിയിട്ട് കിട്ടിയോ? സിദ്ദിഖിന് ലോക്കൗട്ട് നോട്ടീസ് കൊടുത്തിട്ട് കിട്ടിയോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണോ കഞ്ചാവ് കിട്ടുന്നത്? ഇവന്മാർക്ക് ആകെ അറിയാവുന്ന വല്ലവരുടെ വീട്ടിൽ കയറി ചെന്ന് അവിടെ കാര്യം വല്ല ഇരിപ്പുണ്ട് എടുത്തിട്ട് ഈ കളിയാണ് കളിക്കുന്നത്. എന്തൊരു നാണക്കേടാലോചിക്ക്. അപ്പൊ ഇത് മറ്റേ സാധനമാണോ? അവിടെ ഇതായിരിക്കും സംഭവിച്ചത്. അവിടെ ഇതായിരിക്കും സംഭവിച്ചത്. എന്താ പറയാമോ? സാറേ തികയില്ലല്ലോ, 5 ഗ്രാം ഉള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അങ്ങനെ നോക്കുമ്പോഴാണ് വേടന അവിടെ വെക്കുന്നത്. അവൻ അപ്പൊ തന്നെ അവൻ സത്യസന്ധനാണല്ലോ. പുല്ല് നഗണ സാറേ ആണോ? ഓക്കെ, അവിടെ ഫോറസ്റ്റുകാരെ വിളിക്കും. എങ്ങനെയെങ്കിലും ഇവനെ അകത്താക്കാതെ ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇത് ഇവർക്കും അറിയാം. കഷ്ടമുണ്ട്. അല്ല, ഇത് ചിന്തിക്കണം കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഫോൾസ് ഇൻഫർമേഷനിൽ ഫോൾസ് ഇൻഫർമേഷൻ അല്ല, ഒരാടെ വീട്ടിൽ കയറി അല്ല ഇത് പിടിക്കുന്നത്. ഇത് പിടിക്കേണ്ട റോഡിലാണ്. ഇനി റോഡ് വഴിയല്ല, ആകാശമാർഗമാണ് ഇത് വരുന്നത്. ആകാശമാർഗത്തിൽ പിടിക്കണ്ടേ സാറേ? അല്ലാതെ ഇവിടെ ആരെങ്കിലും വീട്ടിൽ ഇരിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് എല്ലാ വീട്ടിലും കയറി തപ്പുന്നുണ്ടോ? അങ്ങനെ എല്ലാ വീട്ടിലും കയറി തപ്പുവാണല്ലോ. ഇവിടെ എല്ലാ ഫ്ലാറ്റിലും കയറി രാത്രിയിലൊക്കെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കും ആൾക്കാരെ. ഇവരെന്തോ വലിയ മഹത്തായ കാര്യം ചെയ്യുന്നല്ലോ. എന്നാൽ ആ സമയത്ത് ആ റോഡിൽ പോയി നിന്നിരുന്ന വേറൊരു വലിയ വണ്ടി പിടിക്കുക. ഞാൻ തമാശല്ല പറഞ്ഞേ, അതുവഴി പോയതല്ലേ ഇന്ന് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഈ അടിച്ചവരൊക്കെ പിടിക്കാന്ന് പറഞ്ഞാൽ നാണക്കേടാ. അവന്റെ വീട്ടിലത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ അത് അല്ലേ, അവിടം വരെ അത് എത്തുന്നുണ്ടെങ്കിൽ അവന്റെ അത് പിന്നെ അവന്റെ. പിന്നെ അവിടെ ചെന്ന് പിടിച്ചെടുക്കുകയാണെങ്കിൽ വലിയ തിരിച്ചെടുത്തോട്ടോ, അത് വലിയ കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് എടുക്കുന്നതിൽ വലിയ കാര്യമില്ല. അതവരെ അടിച്ചിരുന്നാലോ പിന്നെ എന്ത് ചെയ്യും? പുക പിടിക്കുവോ പോയി? എന്തോടെ ഇത് വേണം അടിച്ചാ മതിയാന്ന് വിചാരിച്ചു. അത് പിടിക്കാൻ പോകുമ്പോഴേക്കും നേരെ കത്തിച്ചപ്പോ തന്നെ സാറേ ഒരു മിനിറ്റ് ഇപ്പൊ ഒരു മാജിക് കാണിക്കാവുന്നു. സാധനം തീർന്നു. എന്ത് ചെയ്യും? അയ്യോ, കോമഡി ആട്ടോ ഇങ്ങനെ കോമഡി ആവുന്നത്. അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ. ഇത്രയും സാധനം ഇവിടെ കിലോ കണക്കിന് പിടിക്കുക എന്ന് പറയും അകത്തിട്ടിട്ട്. താൻ നാലിച്ചേക്ക് ഏറ്റവും പാവപ്പെട്ടവർ ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ഈ ഒരു കുറച്ച് അവരെയൊക്കെ കാണണോടോ, നിവൃത്തി കെട്ട തീരെ ദാരിദ്ര്യമുള്ള ആൾക്കാർ, അവര് അടിച്ചു പോയവരൊക്കെയാ ചിലത്. അവരെയൊക്കെ ഇങ്ങനെ പോലീസ് ജീപ്പിന്റെ മുന്നോട്ട് തുറന്നു വെച്ചിട്ട് അവന്റെ വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നത്. നമുക്ക് ആളെ കാണുമ്പോ മനസ്സിലാവുള്ളൂ. അവനെയൊക്കെ കാണിച്ചിട്ട് അതിലും വേഗം അവനെ കൊല്ലുന്നു. മധുവിനെ ഇങ്ങനെ പിടിച്ച് കൊന്നില്ല, കൊല്ലവനെ. വേറെ സംഭവം എല്ലാവർക്കും ഈ പലരെയും ഈ കഞ്ചാവൊക്കെ വിലങ്ങൊന്നും ഇടുവൊന്നുമില്ല. പലർക്കും ചിലർക്ക് ഇടുള്ളൂ. ചിലർ അഗ്രസീവ് ആയിട്ടുള്ള ഇത് മാത്രമല്ലാത്തവരുണ്ട്. ഇപ്പൊ കഞ്ചാവടിക്കാർ ഈ പുഷേഴ്സ് ഉള്ളവരെ അങ്ങ് പിടിച്ചു നിർത്തിയിട്ട് അവരവിടെ നിന്നോളും. ഇവർക്കും അറിയാടോ, ഇവന് ഓടൊന്നുമില്ല. മറ്റേ പുള്ളി അവിടെ പറഞ്ഞു ഇത് ചീരയല്ലേ സാറേ? ചീര തിന്നാറുണ്ടോ സാറേ? അത് വേറെ, അത് പിന്നെ പോയതാണ്. അത് വിട്ടേക്ക്, അതെവിടെയോ എത്തിയിട്ടുണ്ട്. അതെവിടെയോ. എന്നിട്ട് അത് ഞാൻ ചോദിച്ചോട്ടെ, ഇയാളെ എന്നെയും കൂടെ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? തന്നെയോ? അല്ല, ചീര തന്നെയോ? ഞാനും കഞ്ചാവെന്നല്ലേ ഇവര് പറയുന്നത്. അത് ഇവർക്ക് എന്താ മനസ്സിലാവുന്ന അറിയാം. ഈ കഞ്ചാവ് എന്ന് പറയുമ്പോഴേക്കും അതുപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ താൻ പറയുന്നത് എടുക്കണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണല്ലോ ഈ പറഞ്ഞു തുടങ്ങിയത് മുഴുവൻ അങ്ങനെയാണല്ലോ. തനിക്ക് മനസ്സിലായോ? താൻ കഞ്ചാവാണ്, പോടാ കഞ്ചാവ് എന്ന് ആദ്യം പോലെ പറയുന്നതിന്റെ കാര്യം ഒന്നും മനസ്സിലായോ? തന്നെ കഞ്ചാവ് ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ താൻ പറയുന്നത് വാലിഡ് ആയിട്ടുള്ള സാധനമല്ല. പറയുന്നത് മുഴുവൻ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. അത് നടക്കത്തില്ല. ഇങ്ങനെ ഇട്ടാലോ? ഇങ്ങനെ കഞ്ചാവ് വലിച്ചിട്ടല്ലേ ഇവിടെ ആൾക്കാർ നടക്കുന്നത്. വേറെ പണിയൊന്നും അതിന്റെ ആവശ്യമുള്ള അതിന്റെ യാതൊരു ആവശ്യമില്ല. അതല്ലാതെ ചെയ്യാൻ അറിയാം, എല്ലാ പണിയും ചെയ്തോണ്ട് അല്ലേ അങ്ങനെ പോകണം. എന്തെല്ലാം ആവശ്യമില്ല ഇവിടെ. നീയൊക്കെ ആയാലും ചെയ്ത ജോലിയൊക്കെ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തെണ്ടി നടന്ന് കണ്ടവന്റെ വീട്ടിൽ കയറലൊന്നും അല്ലാതെ എന്റെയൊക്കെ പണി അറിയത്തില്ല. പറഞ്ഞു തരാം, വേണം പഠിപ്പിച്ചും തരാം. ഇതിൽ നല്ല പണി കുറെ പേര് ഇതിനകത്ത് പണി എടുക്കുന്നുണ്ടോ? ഏത് തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ കുറെ ആൾക്കാരുണ്ടല്ലോ. അത് പണി അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആലോചിച്ച് എന്തോ ചെയ്യാൻ അവസാനം ഒരു രക്ഷയില്ലാണ്ടായിട്ട് താനൊന്ന് ആലോചിച്ച് നോക്കണം. തന്നെ നടക്കാതായിട്ട് അവസാനം മറ്റത്
കഞ്ചാവ് കിട്ടുമോ നോക്ക്. അത് നമുക്ക് പാന്റിനകത്ത് ഇട്ടിട്ട് കൊണ്ടുപോയി താത്താന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇവിടെ, നമുക്കറിയാലോ. MDMA എടുത്തോണ്ട് പോയിട്ട് അതിനകത്ത് MDMA ഇട്ടിട്ട് അത് അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതെ. അപ്പൊ പോലീസുകാർക്ക് ബുദ്ധിമുട്ടോ അവര് പറഞ്ഞു പറഞ്ഞോണ്ടാ ചെയ്യായിരുന്നത്. അതെ അതെ, ഇത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നടത്തുകയും ചെയ്യുമാര്. കേരളത്തിലായതുകൊണ്ടാണ് നടക്കായിരുന്നു. അതെ അതെ, അവന്റെ നാട്ടിൽ അതൊക്കെ ആയിരിക്കും അവിടെ നടക്കും, അവിടെ നടക്കും. ശരിയാ, അവന്റെ അത് ആ ബുദ്ധിയാണ്, അത്രയും ബുദ്ധിയൊക്കെ ചോദിച്ചില്ലേ. പൊട്ടന അല്ലേ, ആ പാന്റ് എടുത്തോണ്ട് പോകത്തില്ല, അതുമായിട്ട് അകത്ത് കയറിയിട്ട് ഇവിടെ വെച്ചിട്ടേ പോകത്തുള്ളൂ. എന്തോ ഭാഗ്യത്തിന് അവൻ അത്രയും ബുദ്ധിയില്ല. എന്തോ എങ്ങനെ അറിഞ്ഞാലും നമ്മുടെ ആ മാക്ക് പൊട്ടൻ ഇതൊന്നും അറിയത്തൊന്നുമില്ല. അപ്പുറത്ത് നിന്ന് ആരെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും പൊക്കും. എങ്ങനെയുണ്ട് ഇവിടെ വെച്ചിട്ട് പോവാലോ. അത് ശരിയാ, അത് ചെയ്യാമായിരുന്നു. പക്ഷെ അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ പാന്റ് എടുത്തോണ്ട് പോയി അതിനകത്ത് വെച്ചിട്ട് പിന്നെ വേറെ ഈ പാന്റ് പിന്നെ അന്ന് കണ്ടുപിടിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നല്ല പൊട്ടൻ. തമിഴ് സിനിമ പോലെ ഉണ്ട് പൈര്. അവൻ ഇനിയും വരും ചിലപ്പോ, ഇതൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്തവനാ. പൊന്നളിയാ വെറുതെ പറഞ്ഞ മാറ്റം തരാം. നീ അതൊന്നും ചെയ്യല്ലേ, നിന്നെ പിടിക്കും. നിന്റെ പൊട്ടത്തരം വെച്ച് നീ ഇത് ചെയ്താലും പൊക്കുന്നില്ല. എവിടെ ചെന്നാലും നീ പൊങ്ങും. അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്. നിന്നെ ചിലപ്പോ നീ പൊട്ട് കളിപ്പിക്കുന്ന പോലെ പെണ്ണുങ്ങളൊക്കെ കാണത്തുള്ളൂ. കൊച്ചു പെമ്പിള്ളേരൊക്കെ പറ്റിക്കാൻ കൊള്ളാം. അവിടെ കണക്ക് നിന്റെ പരിപാടി. അല്ല, നിനക്ക് ബുദ്ധിയൊന്നും ഇല്ല, നിനക്ക് ബുദ്ധിയുള്ളവനല്ല. അതിനുള്ള ബോധവും ഇല്ല, വെളിവും ഇല്ല. അതാണ് നീ. അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചേക്ക്. എന്നെ ഐഡിയ ആണ് അവന്. ഓ, പക്ഷെ എന്ത് ചെയ്താലും അവനെ പൊക്കിയിടണമെന്ന്. അവൻ ഇത് ചെയ്താലും അവനെ തന്നെ പൊക്കത്തുള്ളൂ. അത് കേരള പോലീസിനെ അറിയാം, അതുകൊണ്ടാണ് അത് എടുക്കായിരുന്നത്. അല്ല, അവൻ ഇവിടെ കൊണ്ടുവന്നാലും അവനെ തന്നെ പൊക്കുക. അതെന്തേലും തെളിവോ ബാക്കി തെളിവോടെ വെച്ചിട്ട് പോടോ. അവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാവോ എന്റെ പോലീസേ? നാണം കെട്ട് ഇവിടെ വന്നിട്ടേ നമ്മളൊരു സാധനം കൊണ്ട് വരും. വെളിവുള്ളവൻ പറയുന്ന കേക്ക്. ഇവൻ ഈ സാധനം കൊണ്ട് വന്നിട്ടേ ഇവിടെ വന്ന് നിന്നിട്ട് ഈ സാധനം ഇവിടെ വെച്ചിട്ട് ഇവൻ ചിലപ്പോ വീഡിയോ ഇടും മണ്ടൻ. അങ്ങനത്തെ പൊട്ടനവൻ. ഞാനിത് പറയുമ്പോ കുറച്ച് കയറ്റി വെച്ചാൽ തോന്നും, പക്ഷെ അങ്ങനല്ല. ഇവൻ അത് വിളിച്ച് പറയും, മനസ്സിലായോ? ഇവ മറ്റേത് വിളിച്ചു പറഞ്ഞ ഓർമ്മയില്ലേ, കേസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അവൻ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം. അവൻ അങ്ങനല്ല ചെയ്യുന്നത്. അവൻ അവിടെ നിന്ന് പറയും, പോലീസ് ചെകുത്താന്റെ റൂമില് ആ ഇതിന്റെ മുകളില് അവിടെ ഒരു റൂമില് ഒരു തുണിയൊക്കെ വെച്ചിരിക്കുന്ന ഷാൻ ഉണ്ടാവും. അങ്ങനല്ല പറയുന്നത്. പോലീസ് കം ഹിയർ. പോലീസുകാർ എന്നാ സാറേ വിളിച്ചു? അവന്റെ വീട്ടിലുണ്ടല്ലോ ആ ഫ്രിഡ്ജിന്റെ മുകളില് ഒരു ബോക്സ് ഇருக்கு. ആ ബോക്സിനുള്ളിൽ MDMA ഇருக்கு. ഞാൻ കണ്ടതാണ്. അയ്യോ, അത് ലൈവ് ഇടും. അത് നമ്മള് കണ്ട് എന്ന് നോക്കുമ്പോ ഇരിക്കുന്ന MDMA അതെടുത്ത് കളയാം. പോലീസ് വരുമ്പോ സാധനം ഉണ്ടാവൂല. അതാ പോലീസുകാർക്ക് പറ്റുന്ന കണ്ടത്തിന്. കാരണം അവൻ പറയുന്ന കേട്ടോ എങ്ങോട്ട് പോയാലും ഒന്നും കിട്ടത്തില്ല കേട്ടോ, വെറുതെ വേസ്റ്റാ. ഒന്നാമത് നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയില്ല. ഈ ബോധം ഇല്ലാത്ത വെളിവില്ലാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യാവോ? ഈ കാശുള്ളവൻ വലിയ ഡയലോഗ് അടിക്കുമ്പോ ഇവര് റെസ്പെക്ട് മോഡിൽ നിൽക്കും. ഓ ശരിയാ, കാശുള്ളവന് ഭ്രാന്ത് പിടിച്ചാലും കുഴപ്പമില്ലെന്നായിരിക്കും. കാണാൻ നല്ല എന്റെ അറിയാ ഈ അവസ്ഥ എങ്ങനെ സഹിക്കുന്നത് നിങ്ങളൊക്കെ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഒരിക്കലും ഈ പൊട്ടന്മാരെ സപ്പോർട്ട് ചെയ്ത് വെളിവില്ലാത്തവന്മാരെ സപ്പോർട്ട് ചെയ്യണ്ട. ഒരു കാലിൽ നാണം കെട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നാണം കെട്ടുന്ന സീനാണ് ഉണ്ടാക്കിയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുക, ഇവിടെ തോക്കില്ലെന്ന് പറഞ്ഞേക്കാൻ. ഉടനെ പുറത്തിറങ്ങിയിട്ട് ഇവിടെ തോക്കില്ല. അവിടെ രണ്ടുപേരും നല്ല ടീമിനെ അകത്തിട്ട് പോട്ടിയത്. ആറാട്ടറിന്റെ കേസാ പ്രശ്നം. പുറത്തെന്ന് പറയും. വെൽസോത്തും പറഞ്ഞല്ലോ. നാണക്കേട് ഓർത്ത് നോക്കി. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട്. അത് പോട്ടെ, ഇവരെ കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചേക്കുന്നു. കമ്മീഷണറെ ചവിട്ടും ഇടിക്കും തൊഴിക്കുമെന്ന്. ഒന്ന് ആലോചിക്കണം, ഒരു കമ്മീഷണർ അങ്ങനെ ഇടിക്കും ചവിട്ടും തൊഴിക്കുമെന്ന് പറയാമോ? എനിക്കെതിരെ ആക്ഷൻ എടുത്തില്ലേ തൊഴിക്കുമെന്ന്. അങ്ങനെയാവും പറഞ്ഞത്. എനിക്ക് തെറ്റിപ്പോയി. അത് പോലീസ് SI ആ പറഞ്ഞു തന്നെ. തൃക്കാക്കര സ്റ്റേഷനിൽ SI ഉണ്ട്. പുള്ളിയുടെ അടുത്ത് ഞാൻ കംപ്ലൈന്റ് ഇടുമ്പോൾ ഞാൻ നിങ്ങളെ അല്ല, അതായത് നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അത് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഇതിനകത്ത് FIR ഇടാൻ പറ്റത്തില്ല. ഇവൻ എന്നെ നേരത്തെ വെടിവെക്കാനൊക്കെ വന്നത് അതുകൊണ്ട് എന്നെയാന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം വേറെ കംപ്ലൈന്റ് കൊടുക്കാൻ എന്റെ പേരിലാണ് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്നെ ആയിരിക്കും തോന്നി, അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അവൻ ഇനി വന്ന് ചവിട്ട് കൊള്ളാനൊന്നും വേല, നമുക്ക് സുരക്ഷയൊക്കെ തരുമെന്ന് പറഞ്ഞ സ്ഥലമാണ് സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്.
അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇല്ല പോലീസിനെ ബാലയ്ക്ക് പേടിയുണ്ടെന്ന്. ഞാൻ അത് എനിക്ക് നല്ലപോലെ അറിയാം. അവരിങ്ങനെ നിൽക്കുമ്പോഴും തോക്കുമായിട്ട് വന്നപ്പോൾ തോക്കില്ലെന്ന് പറഞ്ഞപ്പോഴും മനസ്സിലായി അവന് പട്ടി വിലയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പോലീസിന്. എന്നുവെച്ചാൽ ഇവർ വീട്ടിൽ കം ഹിയർ എന്നിട്ട് ഇങ്ങനെ വലിയ ഇറച്ചി പീസൊക്കെ ഇട്ട് കൊടുക്കുമായിരിക്കും. ഇങ്ങനെ വരുന്നുണ്ട് അവന്മാർ ഞാടി പിടിച്ച് ഇവിടെ തോക്കില്ല എന്ന് പറയുന്നതല്ല ഇവൻ കണ്ടേക്കുന്നേ. അവൻ അതൊക്കെയാ കാണുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു പോലീസിനെ അവൻ കണ്ടിട്ടില്ല. നമ്മൾ കാണുന്ന ഒരു പോലീസ് വേറെ, അത് വേറെയാ. ആ പോലീസിനെ നമുക്കറിയാം, അതല്ല പോലീസ്. ഈ പോലീസ് വേറെയാ. ബാലയുടെ ബാല കാണുന്ന പോലീസ് വേറെ, മോഹൻലാൽ കാണുന്ന പോലീസ് വേറെ, ഇവിടുത്തെ മെയിൻ കൊണാണ്ടർമാരൊക്കെ കാണുന്ന പോലീസ് വേറെ, സാറന്മാര് കാണുന്ന പോലീസ് വേറെ. അത് അങ്ങനെയല്ല. അവര് കണ്ടേക്കുന്ന അവരുടെ കൂലിപ്പണിക്ക് വന്നേക്കുന്ന ആരോ പോലെ അവരെ സാറേ എന്നും വിളിച്ച് വണങ്ങി തൊഴുത് പുറകെ ഇങ്ങനെ നടക്കുന്ന ഏതോ ഒരു വാലാട്ടി പട്ടിയെ പോലെ. കളിക്കാൻ വന്നതാണോ? അതായത് ഇവന്റെ വീട്ടിൽ ചെന്നപ്പോഴേ ഇത് പട്ടിക്കൊക്കെ അവന്റെ വീട്ടിൽ 3-4 പട്ടിയുണ്ട്. അപ്പൊ പട്ടിക്ക് ഇവനിങ്ങനെ ഇറച്ചി പീസ് ഇട്ട് കൊടുക്കുമ്പോ പട്ടി ഇങ്ങനെ വാലാട്ടി ഇത് കടിച്ച് തിന്നിട്ട് ഇങ്ങനെ വാലാട്ടി കാണിക്കും. അതുപോലെ ഇവന് തോന്നുന്നേ പോലീസുകാരെ കാണുമ്പോൾ. ഇവന്മാർക്കെല്ലാം അങ്ങനെ തോന്നുന്നു. കാരണം അവരെ സാറേ എന്നേ ഇവര് വിളിക്കത്തുള്ളൂ. സാറേ പോലീസുകാർ എന്നിട്ട് ഇവര് സാറേ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോ അവൻ നോക്കുമ്പോ എന്താ സാറേ എന്ന് വിളിക്കുന്ന എന്താ പാടെ എന്താ എന്താടാ എന്നൊക്കെ ചോദിക്കുമായിരിക്കും അല്ലേ? എന്താടാ എന്ത് കേസ് എന്ത് വൈദ്യുതി ചായ പിടിക്ക് കഴിച്ചോ കഴിച്ചോ ആണോ? ഇല്ല തമ്പി വട കൂടെ ബിരിയാണി വേണ്ട, 2 വട ഒരു ചായ. വട ചായക്ക് ചായ എന്തെങ്കിലും ആട്ടെ കിട്ടിയതോട്ടെ അടിച്ചിട്ട് പോവാം. പിന്നെ വല്ല പോവാൻ നേരത്ത് ഇവിടെ കൊടുത്ത് 150 രൂപ എടുത്ത് അത് മേടിച്ചിട്ട്. ഓക്കെ സാറേ. ഗതികേട്, എന്തൊരു ഗതികേടായിരുന്നു. ജോലിയല്ലേ, ജോലി ചെയ്യണ്ടേ? ജോലി എന്ന് പറയുന്നത് ചെറിയ ജോലിയാണോ? ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി. ശരിക്കും ജോലി ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ആത്മാർത്ഥത വേണമെന്നേ ഉള്ളൂ. ബേസിക് ആയിട്ട് അതും പിന്നെ ആത്മാഭിമാനം. മനസ്സിലായോ? ഇതൊക്കെ ബേസിക് ക്വാളിറ്റീസ് ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഇത് ഏതെങ്കിലും ഒരെണ്ണം നിനക്കൊക്കെ ഉണ്ടോ നീ നോക്കുക. അതൊന്നും ഇല്ല നിനക്ക്. ഉളുപ്പില്ലാത്തവന്മാരായിപ്പോയി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ പണി ചെയ്തവന് ഉളുപ്പില്ല. നീ ഗൂഗിൾ സെർച്ച് ചെയ്യും, ഞാൻ കാണിച്ചു തരാം. ക്വാളിറ്റീസ് ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. അതിനകത്തുള്ള ഏതെങ്കിലും ഒന്ന് നിനക്ക് കൊണ്ടുവന്നു. കൈക്കൂലി മേടിക്കലൊന്നും ക്വാളിറ്റി അല്ലടേ, മനുഷ്യന്റെ ക്വാളിറ്റി അല്ല. പാട്ടിയും പൂജയും പോലും മേടിക്കത്തില്ല കൊടുത്ത. വീട്ടിൽ കൊടുത്ത പട്ടി തിന്നോടാ. പട്ടി മുതലാളി കടിക്കൂ? ഇല്ല. അത്ര അതപ്പതിച്ചൊരു വർഗമായി. അതായത് വേറൊരാള് തീറ്റിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കടിക്കത്തില്ല, മുതലാളിയെ കടിക്കുന്ന പോലെ ഉണ്ട്. അത്രേ ഉള്ളൂ. വേറെ ഒരുത്തം ഈ സംവിധാനത്തിന്റെ ഞങ്ങള്. അതെ, ഞങ്ങളൊക്കെ തന്നെയാണ് ഈ കാണുന്നവരും നമ്മളും ഒക്കെ തന്നെയാണ് ഇതിന്റെ ഓണേഴ്സ്. നമുക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു പരിപാടി അത്. അതെ, ആ പരിപാടിക്കകത്ത് കയറി പരിപാടി കാണിക്കും. അതെ, എന്തിനാണ് ഈ പോലീസ് അവനെ പോരെ പൊക്കാനാ? മനസ്സിലായി? ഇമാര് ആൾക്കാര് അല്ലാതെ അവന് വേണ്ടി പണിയെടുക്കാൻ വന്നിട്ട് ഇവിടെ ഉള്ള നമ്മളെപ്പോ ഉള്ളവരൊന്നും പൊക്കാനും അവന് വേണ്ടി പണിയെടുക്കലും ഒന്നുമല്ല. പിന്നെ കഞ്ചാവ് എന്ന് പറഞ്ഞ ഉടനെ നേരെ ചെകുത്താന്റെ റൂം എവിടെ, ചെകുത്താൻ ഉണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നാണം ഉണ്ടോ ചോദിച്ചു വരാൻ? എനിക്കത് അറിയാൻ പറ്റില്ല. അല്ല, ഇത് ഇവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. ഇവിടെ കഞ്ചാവിന്റെ ഉപയോഗം ഇല്ല, ഡ്രഗ്സ് ഉപയോഗം ഇല്ല, കള്ളുകുടി ഇല്ല, സിഗരറ്റ് വലി ഇല്ല, ഒരു പരിപാടികൾ ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ തപ്പി വന്നിട്ട് ഒരു കാര്യമില്ല. അയ്യോ, കുറെ മരുന്ന് വേദന പോലെ റൈമായി പോലും. ഞങ്ങൾ കഞ്ചാവല്ല, MDMA അല്ല, ഞങ്ങൾ അതില്ല ഇതില്ല. ഡാൻസും കൂടി കളിച്ച അലിൻ ജോസാവായിരുന്നു. ശരിക്കും ഞാൻ തമാശല്ല. ഇവിടെ വന്ന കുറച്ച് ഗുളിക മരുന്നൊക്കെ കിട്ടും. അതൊക്കെ ഇനി വല്ല ഇല്ലീഗലാന്ന് പറയൂ. പ്രഷർ അല്ല, അതെന്താണ് മറ്റേ ഹാർട്ട് ഡിസീസ്, മറ്റേ എന്റെ അടുത്ത് വന്നിട്ട് ശ്വാസം മുട്ടൽ, വേറെ എന്തൊക്കെയുണ്ട്. ഒരു ചുമട് ആകെയുള്ള സാധനം അതാ. ഈ കുറച്ചുകൂടി കഴിഞ്ഞാൽ കുഴമ്പിന്റെ ഒക്കെ മണം വരും. അയ്യോ, ഇന്നലെ ഞാൻ പാനി പിടിച്ച് ചുമച്ച് തൂറി കിടക്കുന്ന എന്നെ 12 വരെ 1 മണിക്ക് വിളിച്ച് എഴുന്നേപ്പിച്ചേക്കും. ഇവിടെ കഞ്ചാവുണ്ടെന്ന്. എന്തോ പറയാനാ ഇവരോട്. നമ്മളൊക്കെ ഇങ്ങനെയുണ്ടോ? ഇത്രയും പൊട്ടന്മാരെ ഞാൻ ഒന്നിച്ച് കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാം. ഇവിടെ വന്നിട്ട് CCTV ഉണ്ടോ, ഞങ്ങൾ കയറിയത് പ്രശ്നമാണോ, എന്തൊക്കെയാ ഈ പറയുന്നേ? ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു വിടുന്ന ആൾക്കാര്? ചെറുത്താൻ്റെ വീട്ടിൽ ചെന്നാൽ അത് കിട്ടുമെന്ന് ആരാണ്ട് പറഞ്ഞു ഉടനെ ഇറങ്ങി പോകുന്നു. അങ്ങനെയല്ല കേട്ടോ കഞ്ചാവ് പിടിക്കേണ്ടത്. കഞ്ചാവ് നിങ്ങൾ ആ നേരം ഈ റോഡിൽ നിന്നാൽ മതി. ഇനിയും ഇവിടെ ഇഷ്ടം. ഒരു കാര്യം ആലോചിച്ചു, ഒറ്റ കാര്യം. എത്ര മാസമായി വേട്ട തുടങ്ങിയിട്ട്?
എന്നിട്ട് അവർ ഇന്ന് ഇവിടെ വന്നിട്ട് കഞ്ചാവ് ഉണ്ടോ നോക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമോ? ആ വേട്ട തുടങ്ങിയപ്പോ തൊട്ട് റോഡ് എന്നിരുന്ന എന്റെ വീട്ടിൽ കഞ്ചാവ് വരുവോടാ? വരുവോ? അങ്ങനെ എങ്ങാനും എന്റെ വീട്ടിൽ കഞ്ചാവ് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നെ പിടിക്കരുത്. വന്നിട്ട് റെസ്പെക്ട് ചെയ്യുക, സല്യൂട്ട് അടിക്കുക, തിരിച്ചു അല്ലേ? ശരിയല്ലേ? ബഹുമാനം വേണം, റെസ്പെക്ട് ചെയ്യണം അങ്ങനെയുള്ളവരെ. കടത്തി ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഒന്നാലോചിക്കും. അതുമല്ല അവരെ പറഞ്ഞ കൊണ്ടിരുന്നുണ്ട് അവിടെ ചെന്ന് ഇവർ സല്യൂട്ട് അടിക്കുന്നുണ്ടല്ലോ. ശരിയല്ലേ? ഇവർക്ക് അറിയത്തില്ലോ ഈ പാവങ്ങൾ സല്യൂട്ട് അടിക്കുന്നവർക്ക് ആരാണ്ടാ ഇത് കയറ്റി വിടുന്നേ ഇങ്ങോട്ട്. അപ്പൊ പിന്നെ പറഞ്ഞിട്ടല്ലേ കറക്റ്റ് ആവട്ടെ, സോറി അളയാ, നിങ്ങളുടെ കുഴപ്പമല്ല ഇത്. ഇവിടെ വന്നവർക്ക് ശരിക്കും പറഞ്ഞ കാര്യം അറിയത്തില്ലല്ലോ. അവർക്ക് കാര്യം അറിയത്തില്ല. അവര് വരുന്നത് അവര് പറയുന്ന സാധനം കേട്ടിട്ട് അവര് വിചാരിച്ചേക്കുന്ന എന്താ അറിയോ, ഇവിടെ നിനക്ക് പിടിക്കുന്നതാണ് കഞ്ചാവെന്ന്. മറ്റേത് കഞ്ചാവല്ല. അതെ, അതെന്താ അങ്ങനെ തോന്നുന്നത്? കഞ്ചാവ് വേട്ടാന്നൊക്കെ പറയുമ്പോ 5 ഗ്രാം കഞ്ചാവ് ഈ വേട്ടയാടി പിടിക്കുന്നത് അത് നാണക്കേടായി പോയത്. വേറൊരു പ്രശ്നമുണ്ട്, വേടനെയാണ് വേട്ടയാടി പിടിച്ചേക്കണത്. വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് 5 ഗ്രാം കഞ്ചാവ്. കഞ്ചാവ് പിടിക്കാൻ പോയമാര് ചെന്നപ്പോ കഴുത്തെ മാല, എന്നാ പിന്നെ ഇത് പിടിക്കാം. കഞ്ചാവ് വേട്ടാന്നൊക്കെ പറഞ്ഞാ അതിനകത്തൊരു നമുക്കൊരു ഇതില്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കഞ്ചാവ് വേട്ടയ്ക്ക് ഇറങ്ങും പറയുമ്പോൾ അതും വേടന്റെ അടുത്തോട്ട് ഇറങ്ങുന്നു. വേടൻ ഓൾറെഡി വേട്ടാടത്തി വെച്ചിണ്ടാവുമല്ലോ, അപ്പൊ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയണേ 5 ഗ്രാം കഞ്ചാവ് ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? 5 ഗ്രാം അല്ല, ഇനി 5 കിലോ ഉണ്ടെന്ന് വിചാരിച്ചു. അതൊരു വേട്ടയല്ല, അത് പോരാ. പ്രത്യേകിച്ച് കഞ്ചാവായതുകൊണ്ട്. മനസ്സിലായോ? കഞ്ചാവ് ഒന്നും ആകത്തില്ല. മാത്രമല്ല ഒരു മനുഷ്യനും ഈ കുറച്ചല്ലാതെ ഒരുപാട് മേടിച്ച് വെക്കത്തില്ല. ഇത് ഞാൻ വല്ല കുംഭമേളയ്ക്കും പോയ അവിടെ എങ്ങാനും കൂടിയാലോ? പൂത്തു പോകും ഈ സാധനം കുറെ മേടിച്ച്. കുംഭമേളയ്ക്ക് പോയാലേ ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. എവിടെന്നാ കഞ്ചാവ് കിട്ടുന്ന വെച്ചാൽ കുംഭമേളയ്ക്ക് പോയപ്പോ മേടിച്ചാന്ന് പറഞ്ഞാൽ തീർന്നു. കഴിഞ്ഞ ഇതൊക്കെ നടന്ന സംഭവം അവിടെ പോയിട്ട് മേടിച്ചോണ്ട് വന്നാൽ ഞാനൊരു സന്യാസിയായി. സന്യാസി ഒന്നും വേണ്ട. കുംഭമേളയ്ക്ക് പോയപ്പോ കിട്ടിയ കഞ്ചാവ് ഞാൻ അങ്ങനെയാണ് പോലീസുകാരെ കൊണ്ട് പോവാം നമുക്ക്. മനസ്സിലായി? ഒരു കാര്യം ചെയ്യണം, അവിടെ പോയിട്ട് ഇവന്മാരുടെ സാധനം മേടിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അടിക്കണം. എന്നോട് ചോദിച്ചാൽ പറഞ്ഞത് അവിടെ ആ സ്വാമീനെ കിട്ടിയത് പിടിച്ചോ, കൊണ്ട് കാണിച്ചു തരാം. അവന്മാരെല്ലാം പിടിക്കും. പറ്റുമോ? അവന്മാർ വീട്ടിലല്ല പറമ്പിലൊക്കെ ഇരിക്കുന്നത്, ഈസിയാ പിടിക്കാൻ. കൊട്ടുമൊന്നും വേണ്ട, രാത്രിയിലൊന്നും വേണ്ട, പട്ട പകല് എന്നാലും വരെ തുണി പോലും കൊടുത്തിട്ടില്ല, ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല. ഒന്നും ഊരണ്ട, ചെരുപ്പ് പോലും ഇല്ല. ഒന്ന് ചെന്ന് പിടിക്കാവോ? അവന്മാരൊക്കെ പിടിച്ചാകത്തിട്ട് രാജ്യം നന്നാവും അല്ലേ? അവരെ കൊണ്ടുള്ള പ്രശ്നം, അവരാണ് ശരിക്കും കഞ്ചാവ് വലിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ സത്യം. തുണി കഞ്ചാവും വലിച്ച് റോട്ടിൽ കിടന്നു ശവവും തിന്നും, ഡെഡ് ബോഡി കിട്ടിയാൽ തിന്നുന്നു. അതൊക്കെ എന്ത് മാനസികാവസ്ഥയുള്ള മനുഷ്യർ? അത് എന്താണെന്നൊരു ഭയങ്കര സന്യാസമാണോ അതൊക്കെ? മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ കൊള്ളാവുന്ന ഒരു രീതിയാണോ അതൊക്കെ? ഡെഡ് ബോഡി എടുത്ത് തിന്നുക എന്ന് പറയുന്ന സാധനം ഇവിടെ ഭയങ്കര ദിവ്യമായ എന്തോ ഒരു മയിര് പരിപാടിയായിട്ട് അവർ കാണും. തുണിയില്ലാതെ എന്നിട്ട് അവനത് പോയി, അവന്മാര് കണ്ടില്ലല്ലോ. അങ്ങനെ പോലീസ് ഒന്നും കാണത്തില്ല. വീട്ടിൽ വന്ന് നോക്കും കഞ്ചാവ് ഉണ്ടോ. MDMA ഒക്കെ എവിടെ ഒരുത്തരും ആരെയോ പിടിച്ചെന്ന്. ശരിയാ, ഞാൻ ആ പയ്യനെ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. ഇവിടെ വരുന്ന കറങ്ങുന്നവരൊക്കെ എനിക്കറിയാം. പഞ്ചാബിലൊക്കെ തുണിയില്ലാതെ നടന്നു കഴിഞ്ഞപ്പോ അവര് മറ്റേ പത്തല് വെട്ടി അടിച്ചോ, അപ്പൊ തന്നെ തുണി എടുത്ത് പോയി. ഇവരെ അടിച്ചോടിക്കണ്ടേ? നമ്മൾ കണ്ടില്ല. സത്യമായിട്ട് ഞാൻ മറ്റേ ഇവിടെ കൊണ്ടുപോയിട്ടേ മറ്റേ ഇവിടുന്ന് നമുക്ക് പുതിയ 2 ഷർട്ടും പാന്റും ഒക്കെ മേടിച്ച് ഇടിച്ച് മുടിയും വെട്ടിച്ച് ചില വീഡിയോ കണ്ടിട്ടില്ലേ, വീഡിയോ മേക്ക് ഓവർ ചെയ്യുന്ന. അതുപോലെ ഏതവനാണല്ലോ അത് കഴിഞ്ഞിട്ട് പോയി മുടിയൊക്കെ വെട്ടി. അല്ലടോ, ഇവിടെ തുണിയില്ല, അടിക്കണതാണ്, ചൂരടിക്ക് അടിക്കണതാണ്, ഒറ്റ അടിയാണ് കൊടുക്കുന്നത്. തുണിയില്ല നടക്കുന്ന മൈരെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അതെന്ത്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നാളെ രാവിലെ ഇവിടെ ഒരാൾ വെറുതെ തുണിയില്ലാതെ നടന്നാൽ പറ്റൂല. പക്ഷെ എന്തൊരു കാവി കൊടുത്ത് മുടി ഇങ്ങനെ പിടിച്ച് താഴെയും വളർത്തി തുണിയില്ലാതെ നടന്നാൽ ഒരു കുഴപ്പമില്ല. കഞ്ചാവും വലിക്കാം ചില്ലത്തില് കൊള്ളാലോ. ചിന്നം ചപ്പാത്തി അങ്ങനെ പറഞ്ഞാൽ മതി. ആർക്ക് എവിടെ കഞ്ചാവ് പിടിച്ചത്? കുംഭമേള. സുരേഷ് ഗോപി കുറച്ച് പൂന്ന് ചെവിയിൽ വെച്ച് കുറെ ഇലയും തലയിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരു 4 എണ്ണം അതിന്റെ നടുക്കൂടെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ സെറ്റപ്പ് പറയുമ്പോ ഇങ്ങനെ പറയണം, കുംഭമേള 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 കുംഭമേളക്ക് പോയ മേടിച്ച് കഞ്ചാവ് ഇങ്ങനെ ആട്ടിക്കൊണ്ട് മേടിച്ചെന്ന് പറയരുത്. സ്വാമിജി തന്നതാ, ശിവമൂലി ശിവമയം. ഈ തലയിലിരിക്കുന്ന കണ്ടോ? തലക്കകത്തൊന്നുമില്ലാത്തോ തലേ ചെളി ഉള്ളതുകൊണ്ട് ചെടി കളിച്ചാണേ. എന്തോന്നടേ
അതിനൊക്കെ അവരുടെയൊക്കെ വീട്ടിൽ പോയി തക്കി ഇവരൊക്കെ എന്തോ കഴിക്കുന്ന പോയി തപ്പ്. ഇത് ചെടികളുള്ളത് ഇത് വെച്ച് പിടിപ്പിച്ചേക്കുന്ന ചെടി പൂവൊക്കെ. കാരണം എന്താ പറയാമോ, ഈ ചെളിക്ക് വളക്കുറൊന്നുമില്ല, അതുകൊണ്ട് അതിനകത്ത് മുളയ്ക്കൂല. മനസ്സിലായോ? എല്ലാ ദിവസവും വെറുതെ പിടിച്ചു വെച്ചേക്കും. ഡ്രൈ അതൊക്കെ പോയല്ലേ, വെള്ളമൊന്നും ഇല്ല അതിനകത്ത്. പോയി. എടോ അപ്പോ നിങ്ങൾ ദയവ് ചെയ്ത് ഈ പരിപാടി അവതരിപ്പിക്കരുത് പ്ലീസ്. നാണക്കേടാ. അതുമല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഒന്നുകൂടെ പറയാൻ എന്നെ അറിയാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ റെയ്ഡില്ലേ, അത് നടത്തി ഇവിടെ ഉള്ളവരെ എല്ലാം പ്രതികളാക്കരുത്. എല്ലാവരും അടിക്കുന്നവരെ മൊത്തം പ്രതികളാക്കി കഴിഞ്ഞാൽ കോടതിയിൽ നിൽക്കാൻ സ്ഥലം കാണത്തില്ല. അവിടെ വേറെ ഒരുപാട് അതിനകത്തൊരു മണ്ടത്തരമുണ്ട്, അത് മനസ്സിലാവണ്ടോ? അത് വലിയ കേസാക്കി. അല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസാക്കിയിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടുക. അങ്ങനെയല്ലോ, ബെറ്റി അടിച്ച് കുറെ കാശ് കിട്ടും. അതിനായിരിക്കും അല്ലേ? അതൊക്കെ ആയിരിക്കും. പൈസ വേണ്ട. ശരിയാണ്, ബാറിൽ നിന്ന് കാശ് കിട്ടണല്ലോ ഇപ്പൊ. അപ്പൊ ഇങ്ങനെയുള്ളവരെ പിടിച്ച് പെറ്റി അടിപ്പിച്ച് ആ കാശ് ഗവൺമെന്റിലേക്ക് വരുത്തിട്ട് ശരിയാണ്. അത് കൊള്ളാം. മനസ്സിലായി. റോക്കറ്റ് പോലെ നിന്റെ ബുദ്ധി എന്താ പരിപാടി ഇപ്പഴാ മനസ്സിലായത്. കാര്യം മനസ്സിലായത്. നിങ്ങള് അടിച്ചോ, പക്ഷെ ടാക്സ് ഗവൺമെന്റ് ധാരാളം ഗവൺമെന്റ് തരണം. സീസറിനുള്ളത് സീസറിന്. മനസ്സിലായില്ലേ? കാശാണ് വിഷയം. കാശ് മുഖ്യം. അപ്പൊ അടിക്കാരെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക മാറ്റി വെച്ചേക്ക് ഇതിന്. അപ്പൊ തന്നെ കൊടുക്കാൻ പറ്റൂ? ഇല്ല, അപ്പൊ തന്നെ പേ ചെയ്യാൻ പറ്റും. സ്റ്റേഷൻ ജാമ്യം കൊടുക്കുമ്പോൾ കോടതിയിൽ അടയ്ക്കണമെന്നുണ്ടോ? ചോദിക്കാം, എങ്ങനെയാന്നുള്ളത് ചോദിച്ചിട്ട് നമുക്കത് ഒരു പൊതുജന താല്പര്യാർത്ഥം നേരത്തെ അങ്ങ് അടയ്ക്കുവാണെങ്കിൽ വീട്ടിൽ വരാതിരിക്കുമായിരിക്കും. അതെ, നേരത്തെ അടയ്ക്കാൻ പറ്റുമല്ലോ. ഇത് മേടിച്ചിട്ട് കൊണ്ട് അടച്ചിട്ട് വന്നിട്ട് അടിക്കുക. അപ്പൊ ആദ്യമേ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ലാഭം. കാരണം എന്താ പറയുമോ, പോലീസുകാരുടെ വണ്ടി, പെട്രോൾ, ട്രാവല്, 3-4 പേര് അവരുടെ മാറി, അത് എന്തെല്ലാം പണിയെടുക്കണം. ആ പണിയുടെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിടിച്ചോണ്ട് പോയിട്ട് ജാമ്യം കൊടുത്ത് വിട്ടിട്ട് എത്ര 2000-3000 രൂപ പെറ്റി അടിച്ചു സമയത്ത് യുവമാരോട് പറയുക, നിങ്ങൾ മേടിക്കുക, ഞങ്ങൾക്ക് 2000 രൂപ തരിക, പോയി അടിക്കൂ, ചില്ല് ചെയ്യൂ. ശരിക്കും ഗവൺമെന്റ് തന്നെ ഈ പരിപാടി ഡീൽ ചെയ്യാവുന്ന ഗവൺമെന്റ് ചെയ്യാവുന്ന പരിപാടി ഉള്ളൂ. അതാ നല്ലത്. അങ്ങ് ഡീൽ ചെയ്യണം. കഞ്ചാവ് അത്രേ ഉള്ളൂ. നല്ല വൃത്തിക്ക് നല്ല പാക്കില് നല്ല ഇത് സാധനമൊക്കെ ചെയ്ത് കേരള ഗവൺമെന്റ് കേരയിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ കനാബിസ് മറ്റേ ഇത് വന്നല്ലോ, ആയുർവേദിക് കനാവേദിക്. ഇൻസ്റ്റാ കയറി നോക്ക്, കനാവേദിക് എന്ന് സെർച്ച് ചെയ്യും, കുറെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. കേരള കഞ്ചാവ് കേരള കേരള കഞ്ചാവ് എന്ന് പാക്കറ്റിന്. എന്നിട്ട് നമുക്കിത് ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ വിൽക്കണം, ഇത് എക്സ്പോർട്ട് ചെയ്യണം. യൂറോപ്പിലും അവിടെ ഇവിടെ അല്ല, നമ്മുടെ ആയുർവേദ സാധനം അവിടെ വേറെ ഉണ്ട്, നല്ലതുണ്ട്. ഇവിടത്തെ ഒക്കെ ലോകത്തുള്ളവർ ആരും വലിക്കാത്ത ഇത് വലിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എണ്ണ ഒഴുകി വരും എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നോക്കിയാലോ? ഇല്ല, അത് പറ്റില്ലേ. ഒലിച്ചിറങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനൊന്നും പറ്റത്തില്ല. അവിടെ ചെന്ന് അധികം പറ്റി. ആയുർവേദം ഒന്നും അവിടെ എടുത്തില്ലേ. അവിടെ ഈ വെടലകൾ യോഗ എടുത്തു. യോഗയെ അത് ഈ ഭ്രാന്തന്മാരെടുക്കുന്നത്. ഭ്രാന്തന്മാരെല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് അവരെടുത്തു. അല്ലാതെ നോർമലായിട്ടുള്ള അല്ലാത്ത മനുഷ്യരൊന്നും എടുക്കത്തില്ല. കുറെ പേര് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രശ്നമാണ് അത് എല്ലായിടത്തും. കഞ്ചാവ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഒരു കഞ്ചാവ് നമുക്ക് എന്താണെന്ന് പറയാമോ, ഇത് ഈ ഗ്ലോബലി ഇത് മാർക്കറ്റ് ചെയ്യണം. എന്നിട്ട് BBC ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യണം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, കേരള സംസ്ഥാനം എന്നറിയപ്പെടുന്ന അത് ഓൺലി സ്റ്റേറ്റ് വിച്ച് ഇസ് എന്താണ് ഗവേൺഡ് ബൈ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ ഇവര്. ഇതിൽ കൊള്ളാവുന്ന രാജ്യങ്ങളിലൊക്കെ ഈ സാധനം ലീഗൽ. അപ്പോൾ ഇവിടെ അയ്യോ ഇതുപോലെ കിട്ടില്ലേ? കോവിഡ് മാനേജ് പോലെ കിട്ടില്ലേ? ഇല്ല, അത് കിട്ടത്തില്ല. അങ്ങനെ ലോക്കൽ ഇവിടെ വല്ല 24 ന്യൂസുകാർ വല്ല പടം വരച്ച് കാണിക്കുവോ, മലയാള മനോരമ വല്ല റൂട്ട് മാപ്പ് കാണിക്കുവോ, ഏഷ്യാനെറ്റ് വല്ല കുത്തിത്തിരിപ്പ് പറയുവോ, ജനൻ TV വല്ല ഭക്തിയാക്കി മാറ്റുകയൊക്കെ ചെയ്യും. അമ്പലത്തിലെ കഞ്ചാവ് എന്നും പറഞ്ഞൊരു സാധനം പറയും ജനൻ TV. ഇത് ഞങ്ങൾ പണ്ട് മീഡിയ കൊണ്ടാണ്, പിന്നെ പച്ച ആയതുകൊണ്ട് അവര് വേണം ശരി എന്തെങ്കിലും ആവട്ടെ. പച്ചയല്ലേ? അതെ, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ലല്ലോ. അതിനെപ്പറ്റി ഒരു കഥ പറയാൻ ഒരു 3 പേര് വട്ടം കൂടി ഭയങ്കര കഥ. കഞ്ചാവ് എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരമല്ല. ഇത് പണ്ട് അറബ് രാജാക്കന്മാര് പലയിടങ്ങളിലും വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി കേരളത്തിൽ ഭയങ്കര ലൈംഗിക ഉത്തേജനമായിരിക്കും, മസിലുകൾ പെരുക്കും എന്നൊക്കെ പറയുമായിരിക്കും അല്ലേ? അവര് വട്ടത്തിൽ നിന്നാണ് പറയും. ഇതൊക്കെയാ പറയാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഹുമയൂൺ രാജാവ് എന്നൊക്കെ പറയും. അല്ലാതെ
ഇവിടെ എന്ത് മൈരാവാനാ? ഈ കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്താലും വലിയ പുതുമയൊന്നും ഉള്ള കാര്യമൊന്നും അല്ല. കൊള്ളാവുന്ന രാജ്യങ്ങളിൽ കൊള്ളാവുന്ന രീതിയിൽ അവരത് ഉപയോഗിക്കുന്നുണ്ട്. യാതൊരു പ്രശ്നമില്ലാത്തൊരു സാധനം. അത്ര ഡെവലപ്ഡ് കൺട്രീസിലാണ്, അല്ലാതെ ഇങ്ങനത്തെ അണ്ടർ ഡെവലപ്ഡ് ദരിദ്ര രാജ്യത്തല്ല. തേർഡ് വേൾഡ് അവിടെ അവിടേക്ക് ഇങ്ങനെ ആണെന്ന് പറയായിരുന്നു, അല്ലാതെ ഇവിടെ അങ്ങനെ ആവുമെന്നല്ല പറഞ്ഞു. അതെ, അത് പറഞ്ഞിട്ട് വരരുത്. തിരിച്ചെടുത്തു. അവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്താലോ, ഇത് കൊള്ളാലോ, വിട്ടാലോ, ഇത് പറഞ്ഞ പോലെ ഇത് കൊള്ളാലോ. പക്ഷെ ഇവിടെ വരുമ്പോ ചെറിയ പ്രശ്നമുണ്ട്. അല്ല, ഇവിടെ വരും. അതെങ്ങനെയാണെന്നറിയാം, ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കാണാത്ത മാജിക് പോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വിട്ടാലോ. അത് കൊള്ളാം. എങ്ങനെയുണ്ട്? പക്ഷെ എന്നാലും എന്റെ സാറേ, ചുറ്റുമുള്ള ഒന്നും കാണാൻ മേലേ. എല്ലാം വീട്ടിൽ ചെന്നാലേ കാണത്തുള്ളൂ. കഷ്ടം. ഓരോ വീട്ടിൽ ചെന്ന് പിള്ളേരൊക്കെ പിടിക്കുക. ആരാണ്ടൊക്കെ കഷ്ടമുണ്ടോ? ഇപ്പൊ കേരളത്തിൽ ഏത് വീട്ടിൽ കയറിയാലും കിട്ടുന്ന അവസ്ഥയാണ്. ആകെ ഈ വീട്ടിലേ ഉള്ളു കിട്ടാത്തൊരു സ്ഥലമുള്ളൂ, അത് ഇവിടെയാ. അവിടെ വന്ന് കയറിയപ്പോ ഒന്ന് ആലോചിക്കുക എന്തൊരു പണ്ടൊക്കെ വന്നത്. അത് കൊള്ളാം.